عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: الصوم جنة صدق رسوله الكريم. വിശുദ്ധ റമളാനിലെ മഹത്വമേറിയ വിജ്ഞാന പൂങ്കാവനത്തിലെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ BSK തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA TV ഇബ്രാഹിം സാഹിബ് സ്വാഗതം ആശംസിച്ച എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുസ്സലാം മുസ്ലിയാർ, വേദിയിലുള്ള ബഹുമാന്യനായ അബൂബക്കർ ദാരിമി, ഷാഫി അമാനി, മുഹമ്മദ് ദാരിമി വാവൂര്, ബഹുമാന്യനായ ഹമീദ് മാസ്റ്റർ, അബ്ദുറഹ്മാൻ ദാരിമി, നാസർ അൽ ജമാൽ, യൂനുസ് ഫൈസി പോലെയുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ വന്യവയോധികരായ കാരണവന്മാരെ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, വിശുദ്ധ റമളാനിലെ ഈ ളുഹാ സമയത്ത് വല്ലുഹാ വല്ലൈലി എന്ന് ഖുർആൻ സത്യം ചെയ്ത ഈ സമയത്ത് വളരെ പ്രതീക്ഷയുള്ള, ദുആക്ക് ഇജാബത്തുള്ള സമയവും സ്ഥലവും സന്ദർഭവും എല്ലാം യോജിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് ഇഖ്ലാസും ശരീരത്തിന് സിഹത്തും ദുനിയാവിൽ ഇസ്സത്തും പരലോകത്ത് സലാമത്തും ഒക്കെ നൽകാൻ തക്ക കാരണമായി ഈ അധ്വാനം, സുഹൃതം, സംഗമം, സംരംഭം എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് അംഗീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ഇന്ന് വരെ രാപ്പകൽ ഭേദമന്യേ ചെറുതും വലുതുമായി സംഭവിച്ച സകല പാപങ്ങളും പടച്ചവൻ പുറത്ത് മേലാൽ പാപരാഹിത്യ സംശുദ്ധ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, 2-3 ദിവസങ്ങളിലായി ഈ പരിപാടി റമളാൻ 1-ന് തുടങ്ങിയതാണെന്നാണ് മനസ്സിലാകുന്നത്. 2-ന്
ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം പിശാചിനോ കാവൽ തേട്ടം എന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത്. വിശുദ്ധമായിട്ടുള്ള ഖുർആൻ നമ്മൾ തുടങ്ങുന്നത് അഊദു ഓതിയിട്ടാണ്. അഊദു ഓതണം എന്നത് വിശുദ്ധ ഖുർആനിൽ തേടിയതാണ്. ഐച്ഛികമാകട്ടെ എന്നാലും അഊദു കൊണ്ടാണ് തുടങ്ങുന്നത്. വിശുദ്ധ റമളാനിൽ ഖുർആൻ ഖത്മ ആരംഭിച്ച ആളുകൾ ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടാണ് പടച്ചവന്റെ കലാമിലേക്ക് പ്രവേശിച്ചത്. ഇതേ ഖുർആൻ അവസാനിപ്പിക്കുന്നതും അഊദു പറഞ്ഞിട്ടാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. രണ്ട് അഊദുവിന്റെ ഇടയിലാണ് ഖത്മ തീർക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൈവാനിയത്തിന്റെയും ശൈത്താനിയത്തിന്റെയും മലക്കീയത്തിന്റെയും സംയുക്ത രൂപമാണ്. ഹൈവാനിയത്തിന് വേണ്ടത് ഭക്ഷണമാണ്, ശൈത്താനിയത്തിന് വേണ്ടത് സംസാരമാണ്, മലക്കീയത്തിന് വേണ്ടത് അള്ളാഹുവിനെ. ഈ മൂന്ന് വ്യത്യസ്ത ശക്തികൾ നമ്മുടെ ശരീരത്തിൽ നിരന്തരമായി തീവ്രമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശുദ്ധമായിട്ടുള്ള നോമ്പിലൂടെ അള്ളാഹു ഭക്ഷണം ബ്രേക്ക് ഇട്ടുകൊണ്ട് ഹൈവാനിയത്തിനെ നിർവീര്യമാക്കുകയാണ്. സംസാരം നിയന്ത്രിക്കാൻ പറഞ്ഞുകൊണ്ട് ശൈത്താനിയത്തിനെ അടിച്ചമർത്തുകയാണ്. അപ്പോൾ മലക്കീയത്ത് ഒലമത്താവുകയാണ്. മലക്കീയത്തെ ആധിപത്യം സ്ഥാപിക്കുകയാണ് നമ്മുടെ ശരീരത്തെ. അങ്ങനെയാകുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ റമളാൻ വന്നിട്ട് ഒരാള് സ്വർഗത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ ഞാൻ കടക്കുന്ന കരുതണ്ട. അങ്ങനെയാണ്. കാരണം എല്ലാ സൗകര്യം ഒരുമിച്ച് കൂടിയ സന്ദർഭമാണ്. ശൈത്താന്മാരെല്ലാം ചങ്ങലയിൽ, സ്വർഗ ശൈത്താന്മാരൊക്കെ ചങ്ങലയിൽ. ഇനി എന്താ വേണ്ടത്? സാധാരണ ചില കുറ്റവാളികളെ പോലീസുകാര് പിടിച്ചുകൊണ്ടുപോകുമ്പോ ട്രെയിനിൽ നിന്ന് പോലീസുകാര് ഉറങ്ങിയാല് ഇവരെ ഇറങ്ങി ഓടലുണ്ട്. ഇപ്പൊ ശൈത്താൻ ഉറങ്ങുന്ന സമയം രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് സംശയം വരും, എങ്ങനെ ശൈത്താൻ ഉറങ്ങണം? എന്നോട് തന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു, അവരെ നാട്ടിലൊരു കമ്മു റമളാൻ മാസം കള്ളുടിക്കേണ്ടത്. അപ്പൊ ശൈത്താൻ ഇപ്പൊ ചങ്ങലം വേണമെങ്കിൽ കമ്മു എങ്ങനെയാണ് കള്ളുടിക്കുക എന്നുള്ളടത്താ മുമ്പൊരു സംശയം. അതിന് വളരെ പെട്ടെന്ന് സംശയം തീർക്കാം. അല്ലാഹു തആല ചങ്ങലക്കിടുന്ന് പറഞ്ഞ ശൈത്താന് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ശൈത്താൻ. ശൈത്താന്മാര് ജിന്നുകളെ കൂട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞിട്ടാ ഖുർആൻ അവസാനിപ്പിക്കുന്നത്. ഭൂതവിഭാഗത്തിലെ ശൈത്താന്മാർ, മനുഷ്യ വിഭാഗത്തിലെ ശൈത്താന്മാർ, രണ്ട് ശൈത്താന്മാരുടെയും ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. റമളാൻ മാസത്തിൽ കള്ള് കുടിച്ചാൽ അവൻ മനുഷ്യ പിശാച്ചാണ്. ഓനെ പഴപ്പിക്കാൻ പുറത്തുനിന്ന് ശൈത്താൻ വരണ്ട. കാരണം ഓൻ തന്നെ ശൈത്താൻ, അവനെന്തിനു പുറത്തുനിന്ന് വരുന്നു? അല്ലാഹു തആല ചങ്ങലക്കിടുന്ന് പറഞ്ഞ ശൈത്താനാണെങ്കിലോ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താന്മാരെയാണ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താന്മാരെ ചങ്ങലക്കിടേണ്ടത് ഓല വാപ്പിമ്മ അല്ലാടൂല. പല മറുപടികളിലും ഒരു മറുപടി അതാണ്. വേറെ ഒരുപാട് മറുപടികൾ. ഏതായാലും ഖുർആന് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോ അഊദു ഓതണം എന്നാണ് അള്ളാഹു പറയുന്നത് സൂറത്തുൻ നഹ്ലിൽ. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ റജീമായ ശൈത്വാനിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ തേടുക. എന്താണത് കാരണം? ഈ ഖുർആനിൽ ശൈത്താന്റെ എല്ലാ ചരിത്രമുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പൊ അത് വായിക്കുമ്പോ അത് ഓതുമ്പോ വലിയ പ്രയാസം. കാരണം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യും? ശൈത്താൻ വന്നിട്ട് കോട്ടുവായ ഉണ്ടാക്കും, മുറക്കുണ്ടാക്കും, ഇവനാകെ കണ്ട് തളർത്തും. കാരണം എന്താ? അവന്റെ ചരിത്രം ഡിസ്കാണ്. അവനെ കുറിച്ച് A to Z വരെ അതിൽ പരാമർശമുണ്ട്. എങ്ങനെയാണ് ഓൻ ആയത്, എന്താണ് അവന്റെ അമളി, ഇനി അവന്റെ പരിപാടി എന്തൊക്കെയാണ്.
എന്നതിനെ കുറിച്ച് കൃത്യമായ ചരിത്രണ്ട്. അത് നമ്മളെടുത്തിട്ട് ഓതുമ്പോ ശൈത്താന് സഹിക്കൂല. അങ്ങനെയാണല്ലേ? നമ്മളെടുത്ത് ഓതുമ്പോ ശൈത്താന് സഹിക്കൂല. നമ്മളെ കുട്ടികളെ മൊബൈല് പരാക്രമം കാണിക്കുന്ന കുട്ടികൾ, രതിക്രിയയിലൂടെ മോശത്തരങ്ങൾ കാണിക്കുന്ന കുട്ടികൾ, അവരുടെ വികൃതിയും പരാക്രമവും അക്രമവും ഗുണ്ടായിസൊക്കെ നിറക്കപ്പെട്ട മൊബൈല് നമ്മളെടുത്ത് ഇങ്ങനെ നോക്കുമ്പോ ഓനെങ്ങനെ വറക്കും, ദേഷ്യം പിടിക്കും. അങ്ങനെയാണ്. അപ്പൊ ശൈത്താന്റെ എല്ലാ ചരിത്രത്തിലുണ്ട്. അത് നമ്മളിങ്ങനെ തുറക്കുമ്പോഴേ തന്നെ, ഇത് തുറക്കണ തന്നെ ഈ ഫേസ്ബുക്ക് തുറക്കണ മാതിരിയാ. www തിരിയാത്ത അക്ഷരം കൊണ്ടാണ്. അലിഫ് ലാം മീം തിരിയില്ല, www. അപ്പൊ ഇതിങ്ങനെ തുറക്കുമ്പോ ഓന് വലിയ വിഷമാണ്. ഓനെ കുറിച്ച് അറിയാൻ പോവാണ്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. അവനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അത് പഠിക്കുമ്പോൾ അവന് സഹിക്കൂല, അത് ഓതുമ്പോൾ അവന് സഹിക്കൂല. അപ്പോൾ അവൻ കോട്ടുവായ ഉണ്ടാക്കുന്നതാണ്. കോട്ടുവായ തന്നെയും പിശാചിൽ നിന്ന് വരുന്നതാ. മുമ്പ് ഒരാള് തീരെ ഉറക്കം കിട്ടാതായപ്പോ ഒരു ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, തീരെ ഉറക്കം കിട്ടുന്നില്ല, രാത്രി ഉറങ്ങലില്ലേ എന്ന് വെച്ചാൽ. രാത്രിയാണ് ഉസ്താദ് തീരെ കിട്ടും, സുബിയേര് അങ്ങനെ കണ്ണെണിച്ച് കിടക്കലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞൊരു കാര്യം ചെയ്തോ, ഇന്ന് തന്നെ ഉറങ്ങിക്കോളൂന്ന് പറഞ്ഞു. ആ ഉസ്താദ് പറയും, കുറെ ഡോക്ടർമാരുടെ പോയി ഒരു മാറ്റം കിട്ടുന്നില്ല, ഗുളിക കുടിച്ചാൽ മയങ്ങി അങ്ങനെ കിടക്കുന്നല്ലാതെ ഉറങ്ങണില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. എന്തേ ഉസ്താദെ, ഇത് രാത്രി നീ ഉറങ്ങണേന്റെ മുമ്പ് ഒളു കൊടുത്തിട്ട് ഉറങ്ങാൻ കിടക്കണ ബെഡിൽ ഇരുന്നിട്ട് ഖുർആനാണ്ട് ഓതിക്കോളൂ, അപ്പാണ്ട് ഉറങ്ങിക്കോളൂ. ഇവനെ ഒതോർത്തിട്ട് ഖുർആനാണ്ട് തുടങ്ങിയപ്പോ തന്നെ അവൻ എടുത്ത് ഉറക്കുക. പിറ്റേന്ന് ഉസ്താദിന് ഫോൺ ചെയ്ത് പറയാണ്, ഖുർആൻ ഇത്ര വലിയ അത്ഭുതം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായത്. അത് ഖുർആന്റെ മോചിതത്തല്ല, ശൈത്താൻ കയറിയതാ. ഇവനെ വലിയ ഖുർആന്റെ മോചിതത്തായിട്ട് കണക്കൂട്ടി. ഉസ്താദെ, ഖുർആനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ അനുഭവത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത്. ഉസ്താദിന് ഉറപ്പാണ് ഇവ ഉറങ്ങുന്നു. അതാണ് അത്ര വലിയ ശൈത്താന് വലിയ അക്രമം ചെയ്യും ഖുർആൻ എടുത്താൽ. ഒന്നതാണ് ഓനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിലുണ്ട്. രണ്ടാമത്തെ, അതുകൊണ്ട് കിട്ടുന്ന തഖ്വ നഷ്ടപ്പെടുത്തുന്നു. എന്താണ് ശൈത്താൻ? 80,000 കൊല്ലം മലക്കുകൾക്ക് ദർശെടുത്ത ആളാണത്. നമ്മൾ കാവൽ തേടുന്ന ആള്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ അള്ളഹാനോട് കാവൽ തേടണം. പടച്ചോനെ, ശപിക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ നിന്നോട് കാവലിനെ തേടുന്നു. അഴുത് എന്ന് പറഞ്ഞാൽ കാവലിനെ തേടുന്നു എന്നൊന്നും മലയാളത്തിൽ പറഞ്ഞ ആവൂലട്ടോ. ഞാൻ ഒരു സാമ്പിള് കാണിച്ചു. എന്താ അതിന്റെ അർത്ഥം? ഞാൻ കാവലിനെ തേടുന്നു. മലയാളത്തിൽ അത് പറയാ, പക്ഷെ മുഴുവനാവൂല. അഊദു എന്നുള്ളത് അഊദ് എന്ന് വന്നതാണ്. അഊദ് എന്ന് പറഞ്ഞാല് അല്ലദീ മൽതസഖ ബിൽ അളമി, എല്ലിനോട് ഒട്ടി നിൽക്കണ ഇറച്ചിക്കാണ് പറയാ. ഞങ്ങൾ ആ നാട്ടിലൊക്കെ അതിന് ഔത്തർച്ചി എന്ന് പറയും. ഇവിടെ പറയാം ഔത്തർച്ചി എന്നുള്ള പ്രയോഗം ഉണ്ടോ? ഔത്തർച്ചി. സത്യത്തിൽ ഔത്തർച്ചി അല്ല, ഔതർച്ചയാണ്. ഔതർച്ചി. പിന്നെ ഔത്തർച്ചി ആയതാണ്. കാരണം നമ്മളെ കൈ കിട്ടിയ മലയാളികളൊക്കെ കേടെടുത്തു. അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ? ഷെയ്ഖ് മാമു കോയ. ഏതാണ് ഈ മാമു? ഏതാ ഈ കോയ? മാമു ഇമാം ഖ്വാജ എന്നാണ് അതിന്റെ അസല്. ഇമാം ഖ്വാജ. മാമും കോയൊന്നല്ല, മാമു അല്ല. മാമു അസ്ലുഹു ഇമാം, ഖ്വായ അസ്ലുഹു ഖാജ. അത് ഖവാജി എന്നതിൽ നിന്ന് വന്നതാണ്. ഖവാജി എന്ന് പറഞ്ഞാൽ യമനികളാണ്. അവരിന്നുണ്ട്. അരയിൽ വലിയൊരു വാളൊക്കെ ചീരിയിട്ടൊക്കെയാണ് അവര് നടക്കുക. നല്ല വലിയ തലകെട്ടൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്ന് വന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാജ. അത് നമ്മളെന്താക്കി മാമു കായ. അങ്ങനെ അപ്പൊ അതില് പെട്ടാണിത് ഔതർച്ചി. ഔത്തർച്ചി ഏതാട്ടെ. എന്താണ് ഈ ഔത്തർച്ചിന്റെ പ്രത്യേകത? പെട്ടെന്ന് പറിച്ചാ കിട്ടൂല, എല്ലുമല ഒട്ടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അർത്ഥം വെക്കി അഴുതു.
ശൈത്താന് പറിച്ചാ കിട്ടാത്ത അവസ്ഥയിൽ നിന്നോട് നിന്റെ കുദ്റത്തിനോട് ഞാൻ ഒട്ടി നിൽക്കണം, അതിനെന്നെ സഹായിക്കണം റബ്ബേ. കാരണം ശൈത്താൻ നമ്മളെ കാണുന്നുണ്ട്, നമ്മള് ശൈത്താനെ കാണുന്നില്ല. ഉണ്ടോ? ശൈത്താനെ കാണുന്നുണ്ടോ? അടുത്തുള്ള ആൾക്കാരെ നോക്കിയിട്ട് കാണുന്നുണ്ട് എന്ന് പറയില്ല, അതല്ല ഇവിടെ ഉദ്ദേശം. നമ്മൾ യഥാർത്ഥ ശൈത്താനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് ശൈത്താനെ കാണില്ല, ശൈത്താൻ നമ്മളെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദുശക്തിയിൽ നിന്ന് നമുക്ക് കാവല് കിട്ടണമെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് കാണുകയും നാം അങ്ങോട്ട് കാണാതിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടുകയാണ്. അഴുതു, ഞാൻ നിന്നിലേക്ക് ഒട്ടുന്ന റബ്ബേ, ശൈത്താനെ പറിച്ചാൽ കിട്ടരുത് റബ്ബേ. ഇനി നമ്മൾ ചിന്തിക്കണം, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. ഇവിടെ ഇസ്ലാം സെന്ററിന്റെ കീഴിൽ റമളാനിന്റെ പട്ടാപ്പകൽ സംഘടിപ്പിച്ച സ്വർഗീയ ഭൂമികയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ബദ്ധശ്രദ്ധരായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കള്, ഖൽബിന്റെ കവാടമൊന്ന് തുറന്നോ. എന്തിനാണ് അല്ലാഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നതെന്നറിയോ? മഹാന്മാരായ ആരിഫീങ്ങൾ പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മളങ്ങ് ചൊല്ലുമ്പോ നമ്മൾ ശൈത്താന്റെ ആദ്യകാല ചരിത്രം ഓർമ്മിക്കുന്നതാ. നമ്മൾ ചെല്ലുമ്പോ ശൈത്താന്റെ ആദ്യകാല ചരിത്രം നമുക്ക് ഓർമ്മ വരും. അപ്പൊ നമുക്ക് പേടിയാവും. പടച്ചോനെ, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾക്ക് 80,000 കൊല്ലം ദർസ് എടുത്തിയ ഒരാളെ പേരിലാണല്ലോ ഇപ്പൊ ഞാൻ ലഅനത്ത് ചെല്ലുന്നത്. ആ ഒരു ശക്തിയുടെ ഷർറിൽ നിന്നാണല്ലോ നിന്നോട് കാവലിനെ തേടുന്നത്. മലക്കുകൾക്ക് ദർസ് എടുത്തിയ ഒരാളെ അവസാനം എങ്ങനെ ആയാൽ എന്റെ ആഖിബത്ത് എന്താവും റബ്ബേ എന്ന് ബേജാറ് വരാനാണ് അഊദ് ചൊല്ലിക്കുന്നത്. ആഖിബത്ത് ബേജാറ് വരാനാണ്. ഇബ്ലീസിനെ അല്ലാഹു റഹ്മത്തിനെ തൊട്ട് പുറത്താക്കിയപ്പോ ഫബക്കാ ജിബ്രീലു ബുകാഅൻ ശദീദാ, ജിബ്രീൽ പൊട്ടി പൊട്ടി കരഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ചിന്തിക്കണം കേട്ടോ, എന്തിനാണ് ജിബ്രീൽ കരഞ്ഞത്? ഇബ്ലീസിനെ പുറത്താക്കിയതിനല്ല. അങ്ങനെ ജിബ്രീൽ കരയില്ല. അള്ളാന്റെ ഒരു ഖലാ, പ്രതിഷേധത്തിൽ കരയില്ല. എന്തിനാണ് പിന്നെ കരഞ്ഞത്? അത് പടച്ചോനെ മലക്കുകൾ ചോദ്യം ചെയ്തതല്ല, അത് ഇഅ്തിറാദല്ല, ഇസ്തിഫ്സാറാണ്. ബൈലാഹി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, റാസി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഅ്തിറാദ് മലക്കുകളുടെ ഭാഗത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ പരിശുദ്ധരാ. അപ്പൊ ഇബ്ലീസിനെ പടച്ചോൻ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചിട്ട് കരയില്ല, ഉറപ്പാ. പിന്നെ എന്തിനാ കരഞ്ഞത്? ഇബ്ലീസിനെ അങ്ങോട്ട് പുറത്താക്കിയപ്പോ ജിബ്രീൽ ചിന്തിച്ചു, എന്റെ ഉസ്താദിന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും? പേടിച്ചു. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ഏത് അലിമീങ്ങളുടെയും പേടി ആഖിബത്താ. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ 4ലധികം സ്വഹാബാക്കളെ കണ്ടു. കുല്ലുഹും യഖാഫൂന അലാ ഈമാനിഹിം, എല്ലാവരും ഈമാനിന്റെ കാര്യത്തിൽ പേടിയില്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ പറയുന്നതും വരുന്നതും ഇരിക്കുന്നതും തരുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും പകരുന്നതും നുകരുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ ആ ഒരു സെക്കൻഡിന് വേണ്ടി. ട്രാക്ക് അപ്പോഴും മാറിയാൽ അപകടമായില്ലേ? അതുവരെ അങ്ങോട്ട് നല്ലേൽക്കാണ്ട് ഒത്തുപോയി നോട്ടാ. റൂഹ് അങ്ങോട്ട് പിരിയുന്ന സമയത്ത് ട്രാക്ക് മാറിയാൽ ഏറ്റവും വലിയ അപകടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നേരെ മറിച്ച് അപ്പോ അബദ്ധ സഞ്ചാരിയാണ്, പക്ഷെ അവസാനം കോലത്തിലായാലോ രക്ഷപ്പെട്ടു. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ജീവിച്ചവര് നല്ല രീതിയിൽ മരിക്കും. ഹിദായത്ത് നന്നായാൽ നിഹായ നന്നാവും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ എല്ലാരോടും ദ്വാരക്കാൻ പറയുന്നത് എന്താ അറിയോ?
ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം കേട്ടോ എന്നാ പറയാം. ഈമാനോടെ ജീവിക്കാൻ ദ്വാരക്കണം കേട്ടോ എന്ന് ആരോടും പറയില്ല അല്ലേ? ആരെങ്കിലും പറയലുണ്ടോ? അസ്സലാമു അലൈക്കും. ഈമാനോടെ ജീവിക്കാൻ ദ്വാരക്കണം എന്ന് പറയില്ല. പിന്നെ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം. കാരണം ലാസ്റ്റ് പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. അതുവരെ ഒന്ന് കുതിരളിച്ചാണ്. അതിലങ്ങനെ ഒരു ദുസ്സൂചന ഉണ്ടല്ലോ. ഞാൻ ദ്വാ മാറ്റണം എന്നല്ല, അങ്ങനെ പറയണ മാറ്റണം എന്നല്ലേ പറഞ്ഞേ. പക്ഷെ അതിലൊക്കെ അങ്ങനെ ഒരു ഈമാനോടെ ജീവിച്ച് മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണേ ചിന്തിക്കണേ. ഇബ്ലീസിനെ പടച്ചവൻ അവന്റെ റഹ്മത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ കരയുകയാ. എന്തേ കാരണോ? ആഖിബത്തിൽ പേടി വന്നതാ. ഇബ്ലീസിന് ഇല്ലാതെ പോയതും അതാ. ഇബ്ലീസിന് ആഖിബത്തിൽ പേടി ഉണ്ടായില്ല. മൂപ്പര ഒന്നാമത്തെ അമളി അതാ. ഒരിക്കലും മലക്കുകൾ എല്ലാരും കൂടി നരകത്തെ കുറിച്ച് പഠിച്ചു, നരകത്തെ കുറിച്ച് അറിഞ്ഞു, പേടിച്ചങ്ങോട്ട് വിറച്ചു. മലക്കുകൾ കുല്ലുഹും എല്ലാരും കൊണ്ട് പേടിച്ചു. വഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. ഖുർആൻ വഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. പേടിച്ചവരെ പരിഭ്രാന്തരായി വിറച്ചു മലക്കുകൾ. വിറക്കൂലേ? ഒരിക്കൽ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് വരികയാണ്. മുഖം മാറിയിട്ടുണ്ട്. ജിബ്രീലിന്റെ ദുഃഖഭാരം തളം കെട്ടി നിൽക്കുന്ന മുഖം കണ്ടുകൊണ്ട് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് പറ്റി ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, ഇങ്ങോട്ട് വരുന്ന സമയത്ത് നരകമൊന്ന് കണ്ടു നബിയേ, അതിൽ ബേജാറില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എങ്ങനെയാണ് കണ്ടത് ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, നബിയേ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വിഷപ്പുകയിൽ നിന്നൊരു ചെറിയ അംശമെങ്ങാനും ഭൂമിയിലേക്ക് എത്തിയാൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള എല്ലാ വൃക്ഷങ്ങളും കരിയുന്നതാ, പക്ഷികൾ കരിയുന്നതാ, കാട്ടിലുള്ള ആനകളടക്കമുള്ള മൃഗങ്ങൾ ചത്ത് കരിയുന്നതാ, മനുഷ്യന്മാർ കരിയുന്നതാ, കടലിലെ വെള്ളം വറ്റുന്നതാ, നരകജ്വാലയിലെ തീക്കണലല്ല, നരകത്തിന്റെ തീപ്പൊരിയല്ല, ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് പൊങ്ങുന്ന പുകയിൽ നിന്നൊരു ചെറിയ അംശമെങ്ങാനോ മശ്രിഖിലെത്തിയാൽ അല്ലെങ്കിൽ മഗ്രിബിലെത്തിയാൽ ഈ പ്രപഞ്ചം കരിഞ്ഞു ചാമ്പലാകുന്നതാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഒന്നുറക്കെ സ്വലാത്ത് ചൊല്ലു മുഅ്മിനീങ്ങളെ. മുഹമ്മദ് മുസ്തഫ പോരാ പോരാണുങ്ങൾ ഒന്നുറക്കെ ചൊല്ലിക്കോ. നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم യുടെ അരികിൽ ജിബ്രീൽ വന്ന് പറയുകയാണ്. ജിബ്രീൽ തുടരുകയാണ്, യാ റസൂലല്ലാഹ്, നരകത്തിലെ കാരക്കൂസുകളായ ചവറുകളുടെ കാലുകൾക്ക് അള്ളാഹു ബന്ധിപ്പിച്ചിട്ടുള്ള ചങ്ങലയിൽ നിന്ന് ഒരു ചെറിയ കണ്ണിയെങ്ങാനും ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന എവറസ്റ്റ് പാറക്കെട്ടിന്റെ മുകളിലേക്കൊന്ന് വീണ ആ
എവറസ്റ്റ് കൊടുമുടിയുടെ 7-ാം മടിയിലെ ഭൂമിയിലുള്ള പാറപ്പാളികൾ വരെ മഞ്ഞ് ഉരുകുന്നത് പോലെ ഉരുകുന്നതാണ് നബിയേ. പോരാ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയുടെ പാറാവുകാരായ മലക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു മലക്കിനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കണ്ടുപോയാ അവനപ്പോഴേ പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ട് ഹാർട്ട് പൊളിഞ്ഞുകൊണ്ട് മരിക്കുന്നതാ. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അങ്ങോട്ട് കരയുകയാ. ജിബ്രീൽ അപ്പൊ മുഹമ്മദ് നബിയും കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും കരയുകയാണ്. കരച്ചിലങ്ങ് തുടർന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, നിർത്തിക്കോ നബിയേ, നിർത്തിക്കോ ജിബ്രീലേ, നിങ്ങൾ കരയണ്ട. കാരണം നിങ്ങൾ രണ്ടുപേരും നരകവും തമ്മിൽ ബന്ധമില്ല. നിങ്ങൾ കരയണ്ട. നിങ്ങൾക്ക് ആ വിശപ്പൊക്കെ ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കരച്ചിലും ഇത് റസൂലുള്ളാന്റെ തലേക്കാണ്ട് കേറിക്കണ് ഈ ബേജാർ. അങ്ങനെ അവിടുന്ന് റസൂൽ ഇങ്ങനെ വരികയാണ് മദീന പള്ളിക്ക്. അപ്പണ്ട് കുറച്ച് സ്വഹാബാക്കൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് സംസാരിക്കണം. അതിൽ ഒരാൾ എന്തോ ഒരു ഫലിതം പറഞ്ഞപ്പോ മറ്റവരൊക്കെ കൂടിയാണ് ചിരിച്ചു. റസൂലാണെങ്കിലോ ഇതിങ്ങോട്ട് കേറിയിട്ട് വരണേ വരവാ. അതിലാണ് ഇവര് ചിരിക്കണേ കാണുന്നത്. അതിലങ്ങോട്ട് ദേഷ്യം പിടിച്ചു. ലൗ തഅലമൂന മാ അലം ലളഹിക്തും ഖലീലൻ വലബകീതും കസീറാ. എന്താ നിങ്ങൾ ചിരിച്ചിരിക്ക? ഞാൻ അറിയണ എങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ ഈ ചിരിങ്ങളിൽ കാരണം അത് തലേ കയറിയിട്ടാണ് വരുന്നത്. ഞാൻ അറിയണ എങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ ഈ ചിരിങ്ങളിൽ ഉണ്ടാവും. ചിരിച്ചിരിക്കല്ലേ, എന്താ വരാൻ പോണെന്ന് അറിയോ എന്ന് പറഞ്ഞപ്പോ സഹാബാക്കളൊക്കെ പേടിച്ച് നിശബ്ദരായി. അപ്പൊ റസൂൽ അവിടെ നരകം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. وأصحاب الشمال ما وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل يحموم لا بارد ولا كريم. അവിടെ അതാ ഹമീമുണ്ട്. എന്താണ് ഹമീം? യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം ഫഖത്തമാഅഹു. ഹമീമിൽ നിന്നൊരു ചെറിയ തുള്ളി എങ്ങാനും നെറുന്തലയിൽ വീണാൽ തലയോട്ടി ഓട്ടയായി തലച്ചോറ് ഉരുകിയിട്ട് ലിവർ ഉരുകിയിട്ട് കുടൽമാല കരിഞ്ഞിട്ട് ബിന്ദുവാരത്തിലൂടെ അന്നനാളങ്ങൾ കരിഞ്ഞ് മുറിഞ്ഞ് പുറത്തേക്ക് തൂറ്റുന്ന രൂപത്തിൽ കഠിന കഠോരമായ ചുടുവെള്ളമാണ് ആ ഹബീബുള്ള സമൂമുള്ള നരകത്തിന്റെ കഠിന കഠോരമായ ബീഭത്സകാന്തരീക്ഷത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബാക്കൾക്ക് ആ ഒരൊറ്റ നെപ്പിലങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ കുറെ സ്വഹാബാക്കൾ ബോധം കെട്ട് വീണു. അല്ലാഹുവിന്റെ റസൂല് നരകം പറയുന്നത് കേട്ടപ്പോ സ്വഹാബാക്കൾ ബോധരഹിതരാ. ചിരിയില്ല, സ്വറയില്ല, മോഹാലസ്യപ്പെട്ടുപോയി. കൽബങ്ങോട്ട് ബേജാറായി. ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നിലേക്ക് ചിന്തിച്ചാൽ ചിരിക്കാൻ എന്താണ് വകുപ്പുള്ളത്? നേരെ മുമ്പിലുള്ളത് മരണമാണ്, പിന്നെയുള്ളത് ഖബറാണ്, പിന്നെയുള്ളത് മഹ്ശറാണ്, സിറാത്ത് പാലമാണ്. സുബ്ഹാനല്ലാഹ്. അതല്ലേ ഇമാമുന ശാഫി പാടിയത്? കല്ലാഹികിൻ വൽ മനായ ഫൗക അമതിഹി ലൗ കാന യഅലമു من مات من كمدي من كان لم يطل من في بقاء غدي
ماذا تفكره في رزق بغدادي مولاي صل وسلم. എത്ര ചിരിക്കുന്നവരാ. ഇമാമുന ഷാഫിയുടെ കവിതയാണ് റളിയല്ലാഹു അൻഹു. എത്ര ചിരിക്കുന്നവരാണ്. വൽ മനായ ഫൗക ഹാമത്തിഹി, മരണം അവന്റെ മൂർധാവിന്റെ മീതെയാണ്, അവന്റെ അലച്ചയുടെ പടിവാതിൽക്കലാണ്. എന്നിട്ട് ഇമാം ഷാഫി പറയാം, ലൗ കാന യഅലമു വൈബൻ മാത മിൻ കമദി, നാളെ വരുന്ന കാര്യം ഇന്ന് അവൻ അറിയാണെങ്കിൽ നാളത്തെ കാര്യം ഓർത്ത് പേടിച്ച് തന്നെ മരിച്ചുപോയി തന്നെയല്ലോ. നമുക്കെങ്ങാനും നാളെയും മറ്റന്നാളും വരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ അറിയാണെങ്കിൽ, ഏതോ ഒരു തമിഴോറിന്റെ ടയറ് നമ്മളെ തലക്ക് വേണ്ടി അള്ളാഹു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ലോറി ഇപ്പൊ ഇങ്ങനെ കോയമ്പത്തൂരിന് വിട്ടിട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ തലയും ആ ലോറിന്റെ ടയറും തമ്മിൽ ബന്ധപ്പെട്ട ഉടനെ ആ ടയർ അങ്ങോട്ട് തലം കൊടുക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കെങ്ങാനും അള്ളാഹു ഖലാ ചെയ്ത ക്യാൻസറിന്റെ മുഴ അത് നമ്മൾ അറിയണമെങ്കിൽ, പഠിച്ചവനെ അതിന്റെ വൈറസ് ഇപ്പൊ നാളെ മറ്റന്നാളോ വന്നുകൂടും എന്നൊരു തീരുമാനം നമുക്ക് ഇന്ന് കിട്ടുകയാണെങ്കിൽ, ഇന്ന് നോമ്പറക്കുമ്പോ പൊറാട്ടന്റെ ഉണ്ടെങ്കിലും കുറെ ഉറപ്പാണ്. ഈ പുറത്തം പിടിച്ചിട്ട് തിന്നങ്ങനെ ഇരിക്കൂല. കണ്ടില്ല, നിങ്ങൾ വാങ്ങിക്കൊടുക്കണതിന് മുമ്പ് തന്നെ പുറത്തം തുടങ്ങി. ഒരു കയ്യിൽ നന്നായിട്ട് ഈത്തപ്പഴം, മറ്റേ കയ്യിൽ പായസം, എന്നിട്ട് പൊറാട്ട നമുക്ക് ഇങ്ങനെ തുറച്ചു നോക്കും. ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഇന്നാളെ ഒരാളിനോട് വിളിച്ചു ചോദിച്ചാൽ, ഞങ്ങളെ നാട്ടിൽ നോമ്പറക്കുമ്പോ 10-40 ആൾക്കാര് ബാങ്ക് കൊടുക്കണതിന്റെ 10 മിനിറ്റ് മുമ്പ് വെള്ളം കുടിച്ചിരിക്കുന്ന മസാല എന്താന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചത് എന്തിയാന്ന് വെച്ചാൽ, മുക്കറി മയക്കൊന്നും മുട്ടിയതാ, മൂപ്പര് മയക്ക ശരിയാ നോക്കിയതാ, അതിലിപ്പോ ഒന്നായിട്ടാണ്ട് അമുക്കിയതാ. ഇന്ന് ഇടക്കൊന്ന് വാച്ചിക്ക് പോയിക്കൂടെ? ഇത് ക്ഷമല്ലേ? ഇതിങ്ങനെ പകല് പിടിച്ചിക്കാണ്, ഉച്ചക്ക് അള്ളഹാനോട് അറിയാം മാരിവായിട്ട് കാണിച്ചു തരാം. ബാങ്കാൻ കണ്ടു കൊടുത്താ പാറാത്തോറ അത്തായം മുത്തായം പത്തായം പറഞ്ഞിട്ട് പ്ലേറ്റിക്ക് ലഗേജ് കയറണമായി. ഇതിനൊക്കെ ചെറിയ മാറ്റം ഉണ്ടെങ്കിലേ സത്യത്തിൽ നന്നാവുള്ളൂ. തീറ്റ കുറക്കണം എന്ന് പറഞ്ഞാൽ വസാലിമാമിന് തീറ്റ കുറക്കണം എന്ന് പറയാൻ കിതാബുണ്ട്. കാരണം തീറ്റ കൂടി ആ കസ്വത്തുൽ കൽബേരും തറാവീനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതന്നെ നമ്മളിപ്പോ ഒഴിക്കണ ഈ ചായയൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിലാണ്. ഈ ചൂടുള്ള സാധനങ്ങൾ തട്ടിയ പ്ലാസ്റ്റിക് കൊണ്ട് ഒരുക്കും. നല്ല ഒരുക്കി നമ്മൾ കാണും, ചെറുതായിട്ട് ഒരുക്കിയ കാണൂല. ഈ പ്ലാസ്റ്റിക് കലങ്ങിയ ചായയും മൈദയും ഇതുകൂടി അളമ്പിട്ട് ആ കാലി വയറ്റേക്കാണ് ചെന്നാല് ക്യാൻസർ താനങ്ങൾ ഉണ്ടാക്കുള്ളൂ. ഞാൻ ക്ലാസ് എടുത്തതിന് 2 പൊറാട്ടന്നെ എന്നെങ്കിലും കുറഞ്ഞാൽ അതിൽ ലാഭം കിട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ട് തീറ്റയിലൊക്കെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു തആല തീറ്റ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വല്ലാതെ ആമീൻ കുത്തൂലാന്ന് എനിക്കറിയാം. എന്നാലും നമുക്കുണ്ടല്ലോ ആ സമൂസ ഉണ്ടല്ലോ, മറ്റേ ഓലപ്പടക്ക അയിമെന്നെങ്കിലും ഒന്നാണ് കഴിച്ചിലാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല തീറ്റ കുറയ്ക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ചിന്തിക്കണേ. പിശാച് നമ്മെ കൊണ്ടുപോകുന്നത് അവന്റെ തറവാട് തീയാണ്. ആ തീയാകുന്ന നരകത്തിലേക്കാ. നേരെ മറിച്ച് മലക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, മലക്ക് നൂറിൽ നിന്ന് വന്നതാണ്, പിശാച് നാറിൽ നിന്ന് വന്നതാണ്. മലക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നൂറിന്റെ കേന്ദ്രമായ സ്വർഗത്തിലേക്കാണ്. പിശാച് നമ്മെ കൊണ്ടുപോകുന്നത് നാറിന്റെ കേന്ദ്രമായ നരകത്തിലേക്കാണ്. നമുക്ക് എത്തേണ്ടത് സ്വർഗത്തിലേക്കാ. കാരണം അവിടെയാണ് റബ്ബിന്റെ ലിഖാ ഉള്ളത്. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. മനുഷ്യന്മാരെ കൂട്ടത്തില് ഇബ്ലീസിന് സ്വാധീനമില്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. പെട്ടെന്ന് ഔലിയാക്കൾ ആരിഫ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ആരാന്നുള്ളതിലൊക്കെ കൺഫ്യൂഷൻ വരും നാടന്മാർക്ക്, പബ്ലിക്കിന്. അപ്പൊ നിങ്ങൾ നോക്കൂ, എളുപ്പമുണ്ട്. ഇതിലൊന്നാണ് കയറായി എളുപ്പമുണ്ട് കേട്ടോ. റെഡി അല്ലേ? അല്ല റെഡി അല്ലേ? പറയട്ടെ. മൊബൈലൊക്കെ സൈലന്റ് ആയില്ലേ? ആയിട്ടില്ലേ? പായസത്തിൽ എത്ര അണ്ടിപ്പരിപ്പ് ഉണ്ടാവുന്ന ഇന്ത്യച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞേ മനസ്സിലാവില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഏത്? ലൈസലക ഇന്ന ഇബാദി ലൈസലക അലൈഹിം സുൽത്താൻ.
എന്റെ അടിമകളുടെ മേൽ നിനക്കൊരു സ്വാധീനവുമില്ല എന്ന് ഇബ്ലീസിനോട് പടച്ചവൻ കട്ടായമായി പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഈ ഭൂമിയിലുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അവരാരാ? അവരിൽ നമുക്കും ചേരാ. വളരെ എളുപ്പമാണ്. ഇബ്ലീസ് ഇത് കേട്ടപ്പോ അള്ളാനോട് വെച്ചു, ഫമൻ ഹും യാ റബ്ബ്. ഇബ്ലീസിനെ ചോദിക്കണേ ഓൽ ആരാണ്? അപ്പൊ അള്ളാഹു പറഞ്ഞു, ഫമൻകാന, കേട്ടോളൂ, ഫമൻകാന നൂറു വജ്ഹിഹി മിൻ അർശി, ഫമൻകാന നൂറു വജ്ഹിഹി മിൻ അർശി وطينه من طين إبراهيم ومحمد صلى الله عليه وسلم وقلبه خزينتي. ആരുടെ മുഖത്തിലുള്ള മുഖഭാവ ശോഭയാണോ, മുഖഭാവത്ത് തുടിച്ചു നിൽക്കുന്ന ശോഭ, അത് എന്റെ അർശിൽ നിന്നുള്ള ശോഭയാണെങ്കിൽ അവരുടെ ശരീരത്തിന്റെ നിർമ്മാണത്തിന്റെ മണ്ണ് മുസ്തഫ നബിയുടെയും ഇബ്രാഹിം നബിയുടെയോ ശരീര നിർമ്മാണത്തിന്റെ മണ്ണുമായി പ്രത്യേക ബന്ധമുള്ളതാണെങ്കിൽ പോരാ, അവരുടെ ഹൃദയം എന്റെ ഖജനാവായ അവരുടെ മേൽ നിനക്ക് റോളില്ല, സ്വാധീനമില്ല, ആധിപത്യമില്ല എന്ന് ഇബ്ലീസിനോട് സർവശക്തനായ പടച്ചവൻ പറഞ്ഞു എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഏതേത്? ഒന്ന്, അവരുടെ മുഖശോഭ, മുഖത്തിലുള്ള ഒരു ശോഭ. പൗഡർ അല്ലേ പറഞ്ഞത്, അത് കൊടുത്താ പോവും. അതല്ല, മുഖത്ത് എത്ര കറുത്ത മനുഷ്യന്മാർക്കുണ്ടാവും, അത് വെളുത്തവർക്കുണ്ടാവും, കറുത്തവർക്കുണ്ടാവും. കണ്ണിയത്തുസ്താന്റെ മുഖം നിങ്ങൾക്ക് അറിയില്ലേ? ഷംസുൽമന്റെ മുഖം അറിയില്ലേ? വായകുടിസ്ഥാന്റെ മുഖം അറിയില്ലേ? ചെറുശ്ശേരിസ്ഥാന്റെ മുഖം ഇങ്ങനെ കൊടുത്തു നോക്കി. ബാപ്പുസ്താന്റെ മുഖം കണ്ടുവരുന്ന കൽബൊക്കെ ഇങ്ങനെയാണ് കൊടുത്തു നോക്കി. ഇപ്പൊ ഇവിടെ സ്റ്റേജിലും താഴെയുള്ള പല മനുഷ്യന്മാരും മുഖത്തേക്ക് നോക്കി. എന്റെ മുഖത്ത് നോക്കണ്ട, വേറെ ഉള്ളവരൊക്കെ നോക്കി. ആ ഒരു ശോഭ, അത് അർശന്ന് വരുന്നതാ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇബ്ലീസിന് മനസ്സിലായില്ല കേട്ടോ. ഇബ്ലീസ് ചോദിച്ചു അതാരാന്ന് വെച്ചു. അതാ ഇനി പറയാൻ പോണത്. അതാരാന്ന് മറ്റേതിപ്പോ എല്ലാരും ചിലതിങ്ങനെ ഒരു ഭംഗി കണ്ടാല് അത് ശോഭയായിരിക്കും. അതാണ് അള്ളാഹു തആല ഒന്ന് വിശദീകരിച്ചത് അതാരാന്ന്. കാരണം നാളെ ഒരു ക്രിസ്ത്യൻ പാതിരി പ്രസംഗിക്കുന്ന ഞാൻ കേട്ട്, ഈ മുസ്ലിം ഉമ്മമാർക്ക് പ്രസവിച്ച കുട്ടികളെ ചവിട്ടിൽ വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. പാതിരി പറയാണ്, അവര് ചവിട്ടിൽ വാങ്ങിക്കൊടുക്കുന്നവരാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ പാതിരിമാരിൽ ചില ആൾക്കാര് നല്ല നല്ല കന്തൂറയും ഇതൊക്കെ കെട്ടിയിട്ട്, ചിലരിങ്ങനെ മുണ്ടൊക്കെ ഇട്ടിട്ട്, ചിലര് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് നടക്കുക. അപ്പൊ കഥയില്ലാത്ത നമ്മൾമാരിയായിരിക്കും ഇത് കാളിയന്മാരോ അല്ലെങ്കിൽ തങ്ങന്മാരോ ആണ്. എന്നിട്ട് ഇയാള് പ്രസംഗിക്കാം, ഞാൻ ചില ഹോസ്പിറ്റലൊക്കെ പോയാല് ഈ ചെറിയ മുസ്ലിം കുട്ടികളുമായിട്ട് ഉമ്മാരെന്റെ മടി കൊടുത്തിട്ട് പറയും, തങ്ങൾ പാപ്പ ഒന്ന് വാങ്ങിക്കൊടുക്കുന്നു പറയുന്നു പാതിരിനോട്. അതില് മൂപ്പര് പറയാ, ഞാൻ 10 ചവിട്ടില് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? മോക്ഷത്തിന്റെ മാർഗം യേശുവിന്റെ മാർഗാണ് എന്ന്. ഒരു 100 കുട്ടികളെ ചവിട്ടില് കയറ്റി കൊടുത്തിട്ടുണ്ട്. മൂപ്പര് പച്ചയില് പ്രസംഗിക്കാണ്. അപ്പൊ ചില ആൾക്കാർ അങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നും, ആ കാദ്യാനികളെ കണ്ടാലും തോന്നും, ക്രിസ്ത്യാനികളെ കണ്ടാലൊക്കെ തോന്നും. അതല്ല ഇത്. അതാണ് ഒന്ന് തിരുത്തിയിട്ട് വിശദീകരിക്കണേ. ഏതാണ്, എവിടുന്നാണ് ഇത്? അർശെന്നുള്ള ശോഭയാണെന്ന് എങ്ങനെ തിരിയാന്നറിയോ? അതാണ് അള്ളാഹു പറയുന്നത്. മൻകാന നാദിമൻ അലാ ദംബിഹി വഖായിഫൻ മിൻ ഖാതിമതിഹി ഫനൂറു വജ്ഹിഹി മിൻ അർശി. ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള ചെറിയതും വലിയതുമായ വീഴ്ചകളും അമലുകളും ന്യൂനതകളും തെറ്റുകളും കുറ്റങ്ങളും അതിന്റെ പേരിൽ ഖേദബോധമുള്ളവനായാൽ അതോടുകൂടി അവസാനം എന്തായി പോകും എന്നൊരു വേജാറുണ്ടായാൽ അവന്റെ മുഖത്തൊരു ശോഭയുണ്ടാകും. അത് ഈ വേജാറിൽ നിന്നും ഖേദത്തിൽ നിന്നും ഉടലെടുക്കുന്ന ശോഭയാണ്. അത് എന്റെ അർശിന്റെ ശോഭയാ എന്ന് ഇബ്ലീസിനോട് പടച്ചവൻ പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി.
അതാണ്, അല്ലാതെ മേക്കപ്പ് ചെയ്തതല്ല. എന്താ പഠിച്ചോനെ സംഭവിച്ചല്ലോ റബ്ബേ, നിന്റെ അന്നം കഴിച്ച് നിന്റെ വെള്ളം കുടിച്ച് നിന്റെ ഭൂമിയിൽ പാർത്തിട്ട് നീ നൽകുന്ന കുതിരട്ട് കൊണ്ട് ശ്വാസോച്ഛ്വാസം നടത്തിയിട്ട് നീ തന്ന കണ്ണ് ഞാൻ പഠിച്ചോനെ നിന്റെ ശത്രുവായ പിശാച്ചിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലേ, നീ തന്ന കൈ ഞാൻ പിശാച്ചിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലേ, നീ തന്ന കാല് നിന്റെ ശത്രുവിന് വേണ്ടി ഞാൻ നടന്നില്ലേ, നിന്നെ വെക്കേണ്ട കൽബ് അർഷ് പോലും മുഅ്മിനായ മനുഷ്യന്റെ കൽബിന്റെ താഴെയാണ്. ആരിഫീങ്ങളുടെ ഭാഷയിൽ അർഷുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കൽബുൽ മുഅ്മിനാൻ, മുഅ്മിനായ മനുഷ്യന്റെ കൽബാണ്. ഇങ്ങനെ നിന്റെ അർഷിനേക്കാൾ മഹത്തായ എന്റെ കൽബില് പടച്ച തമ്പുരാനെ നീയല്ലാത്ത ചിന്തകൾ കടന്നുകൂടിയില്ലേ എന്ന ബേജാറ് ഇങ്ങനെ മനുഷ്യനുണ്ടാകുമ്പോ അള്ളാഹുവേ എന്റെ അവസാനം എന്തായിപ്പോ എന്നുള്ളൊരു ബേജാറ് അയിമക്കൂടിയാണ്ട് കയറും. അപ്പൊ മുഖത്തൊരു ലൈറ്റ് വരും. അതാണ് ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും മുഖത്തുള്ള ആ പ്രകാശം. അത് പോവൂല, അതുണ്ടാവും. സ്വഹാബാക്കളുടെ ഒക്കെ മുഖത്തുണ്ടായിരുന്നു, ഇമാമിയങ്ങളൊക്കെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ വന്ന ഉഖ്റവിയായ ആലിമീങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഈ ഒരു ശോഭ ഉണ്ട്. നമ്മൾ പറയലുണ്ടല്ലോ ഒരു ശോഭ, അത് ഇവിടുന്ന് വരുന്നതാണ്, അത് ഇവിടുന്ന് ഉണ്ടാകുന്നതാണ്. അത് നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുണ്ടായാൽ അള്ളാന്റെ അർശ് എന്ന് വരുന്ന ശോഭയാ. അവനെ ഇബ്ലീസ് ഒരിക്കലും തന്നെ പഠിപ്പിക്കൂല. മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചോളൂ. ഇത് രണ്ട് ഇബ്ലീസിനില്ല, രണ്ടുമില്ല. അയാള് തെറ്റ് ചെയ്തു. തെറ്റ് രണ്ട് നിലയിലുണ്ട് കേട്ടോ. ശഹ്വത്തിൽ നിന്ന് വരുന്ന മാസിയത്തുണ്ട്, ഇസ്തിഗ്ബാറിൽ നിന്ന് വരുന്ന മാസിയത്തുണ്ട്. ശഹ്വത്തിൽ നിന്ന് വരുന്ന മാസിയത്തിന് തൗബുണ്ട്, ഇസ്തിഗ്ബാറിൽ നിന്ന് വരുന്ന മാസിയത്തിന് തൗബില്ല. ആദം അലൈഹിസ്സലാം ചെയ്തത് തെറ്റല്ല, പക്ഷേ അഹ്സനായ കാര്യത്തിനെതിരായി. അഹ്സനും ഹസനുണ്ട്, അതിൽ അഹ്സനിൽ നിന്ന് മാറി. അത് തന്നെയും ശഹ്വത്തിൽ നിന്നുണ്ടായതാണ്, ഇസ്തിഗ്ബാറിൽ നിന്നുണ്ടായതല്ല. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് മാപ്പ് വെച്ചു. മാപ്പ് ചോദിക്കേണ്ട ഒന്നുമില്ല, അവരെ ദർജയാണ് ആ കരയാൻ കാരണം. അത് അവരെ ദർജയാണ്. എത്ര കരഞ്ഞു? നേരെ സ്വർഗത്തിൽ നിന്ന് വന്നത് ഇന്ത്യയിലേക്കാണ്. സിലോൺ മലന്റെ മുകൾക്കാ വന്നത്. അവിടെ ഇരുന്നിട്ടാണ് കരഞ്ഞു. സിലോൺ മലന്റെ മുകളിൽ 40 തവണ ബോധം കെട്ട് വീണു അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാം. കരഞ്ഞിട്ട് ബോധം കെട്ട് വീണു. ആദം അലൈഹി ഇസ്ലാം പൊട്ടി പൊട്ടി കരഞ്ഞ് ആദം അലൈഹി ഇസ്ലാമിന്റെ കണ്ണീര് തട്ടിയ സ്ഥലത്താണ് ഊതുണ്ടായത്, അവിടുന്നാണ് ചന്ദനം ഉണ്ടായത്, അവിടുന്നാണ് ഇഞ്ചി ഉണ്ടായത് എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണ്ണീരിന്നാണ് ചന്ദനം ഉണ്ടായത്, ഊതുണ്ടായത്. ഊതിന്റെ അത്തറും ഇതുണ്ടായത് വല്യപ്പാന്റെ കണ്ണീരിന്നാണ്. എന്തിനാണ് ഈ കരഞ്ഞത്? അള്ളാഹിനെ ഓർത്താണ് കരഞ്ഞു. കരഞ്ഞിട്ട് കണ്ണീരിങ്ങനെ വാർന്നിട്ട് നെഞ്ചിലൂടെ ഒളിച്ചിട്ട് കാലിന്റെ മുട്ടുമക്കൂടി ഇറങ്ങിയിട്ട് കാലിന്റെ പൊറാടിമക്കൂടി ഭൂമിക്ക് ഇങ്ങനെ ചാലിട്ട് ഒഴുകുമ്പോ അള്ളാഹ് പറഞ്ഞു, ആദമനെ ആ കണ്ണീര് വെറുതെ കളയണ്ട, അത് മേത്തൊക്കെ ഒന്നുകൊണ്ട് പറ്റിക്കളി എന്ന് പറഞ്ഞു. കാരണം അത് തട്ടിയ സ്ഥലത്ത് നരകം കയറൂല എന്ന് പറഞ്ഞു. അതിൽ ആദം അലൈഹി സ്വലാം ഞമ്മക്കൊന്ന് നോമ്പാണ്. നമ്മൾ ആ നോമ്പറക്കണ സമയത്ത് മുളക് കൂട്ടാൻ കൂട്ടിയിട്ടുണ്ട്, കണ്ണുന്നൊരു വെള്ളം ഇറങ്ങൽ. ഇതല്ലാതെ ഞമ്മക്ക് പെരുന്നാൾ തെക്ബീറിന് നേരെ കണ്ണിന്ന് വെള്ളം ഒലിക്കൂല. മറ്റേ എല്ലാ ദിവസവും നമ്മള് കാര്യമുണ്ട് ആ നോമ്പറക്കുമ്പോ, നബിനത് നിർത്തുവാവില്ല. നാളെ ഒരാൾ പറയണ്ടേ എന്തോരം മുളകാണ് അവരെന്നാ തീറ്റത്തിക്കാൻ മുളകാന്നാണ് പിന്നെ അമുക്കാണ്. അപ്പോണ്ട് ഒരു വെള്ളം വരാൻ, ആ മുളകും ഈ ചൂടൊക്കെ കൂടിയാണ്ട് കയറുമ്പോ മൂക്കുകൂടി വെള്ളം വരും, കണ്ണുകൂടി വരും. ഇതല്ലാതെ ഒരു വെള്ളം നമുക്ക് വരവുണ്ടോ? ഇല്ലെങ്കിൽ വരണം. 26-ന് കാത്തുക്കല്ലേ, ഇപ്പൊ തന്നെ വരണം. 26-നുണ്ട് എല്ലാവർക്കും കൂടി ഒരു കാത്തുക്കല്, ഇപ്പൊ തന്നെ വരണം. എന്നാൽ നരകത്ത് കടക്കൂല, ഉറപ്പാണ്. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞവൻ നരകത്ത് കടക്കൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ചിന്തിക്കണേ. ചില മനുഷ്യന്മാരെ നാളെ നരകത്തിലേക്ക് മലക്കുകൾ ഊരക്ക് ചങ്ങലയിട്ടുകൊണ്ട് വലിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. കത്തിക്കാളുന്ന ഭീകര ജ്വാലയായ നരകവുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ രോമം അവിടെ ഓടിക്കതച്ചെത്തുന്നതാണ്. എന്നിട്ട് മലക്കുകളുടെ കയ്യിൽ നിന്ന് ചങ്ങല ഇങ്ങോട്ട് വലിക്കുന്നതാണ്. ഒരു ചെറിയ രോമമാണ് ഈ വന്നത്. ഈ രോമം അല്ലാഹുവോട് പറയുന്നതാണ്, റബ്ബേ ലാ
നിന്നെ ഓർത്ത് കരഞ്ഞവൻ നരകത്തിൽ കടക്കൂല എന്ന് നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ടല്ലോ. റബ്ബേ, ആ ഹദീസ് ശരിയാണെങ്കിൽ ഈ മനുഷ്യൻ നരകത്തിൽ കടക്കാൻ പാടില്ല. കാരണം അവൻ നിന്നെ ഓർത്തുകൊണ്ട് പരിശുദ്ധ റമദാനിൽ കരഞ്ഞിട്ടുണ്ട് നാഥാ. ആ സമയത്ത് അവന്റെ മുഖത്തുള്ള രോമമായിരുന്നു ഞാൻ, അവന്റെ കണ്ണിന്റെ മുകളിലുള്ള രോമമായിരുന്നു ഞാൻ. അല്ലാഹുവേ, ഞാൻ നനഞ്ഞിട്ടുണ്ട് റബ്ബേ. നരകം പേടിച്ച് നിന്നെ പേടിച്ച് ഈ മനുഷ്യൻ കരഞ്ഞ കാരണത്താൽ അവന്റെ ശരീരത്തിലുള്ള രോമമായ ഞാൻ നനഞ്ഞിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് നിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് സഹിയാണെങ്കിൽ ഈ മനുഷ്യനെ നരകത്തിലിടല്ല റബ്ബേ എന്ന് നമ്മുടെ ശരീരത്തിൽ മുളച്ച ഒരു രോമോ നമ്മുടെ കരച്ചിൽ കാരണത്താൽ നനഞ്ഞത് നമുക്ക് വേണ്ടി നരകത്തിന്റെ ചാരെ വന്ന് ശഫാഅത്ത് ചെയ്യുമ്പോ അല്ലാഹുവോർത്തുകൊണ്ട് കരഞ്ഞ ഉമ്മ, അല്ലാഹുവോർത്തുകൊണ്ട് കരഞ്ഞ പെങ്ങളെ, അല്ലാഹുവോർത്തുകൊണ്ട് കരഞ്ഞ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ആ കണ്ണുനീര് തട്ടിയ ഒരു രോമം കാരണത്താൽ നരകത്തിന്റെ വക്കിൽ നിന്ന് ചില ആളുകൾ രക്ഷപ്പെടുന്നതാണ്. പറഞ്ഞത് ഞാനല്ല, നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ ഉദ്ധരിച്ചത് കാണാം. ഒരു രോമം കാരണത്താൽ രക്ഷപ്പെടുന്നു. പടച്ചോനോർത്ത് കരയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതാണ് അല്ലാഹു പറയുന്നത്, നിനക്ക് സ്വാധീനമില്ലാത്ത ശരീരം ഏതാണ്? മക്കാന നാദിമൻ അലാ ദംബിഹി വഖൈഫ മിൻ ഖാതിമതിഹി. ആർക്കെങ്കിലും അവസാനത്തിന്റെ കാര്യത്തിൽ ബേജാറ് വരികയും ചെയ്തു പോയ തെറ്റുകളുടെ കാര്യത്തിൽ ഖേദം വരികയും ചെയ്താൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെന്ന് ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. എണ്ണം പിടിക്കേണ്ട രണ്ട് കാര്യം: ഒന്ന്, ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്ക; രണ്ട്, അവസാനം എന്താ ഒന്ന് പേടിക്ക. ഇത് രണ്ടുണ്ടെങ്കിൽ മുഖത്തൊരു പ്രകാശം വരും. അത് അർശുന്നുണ്ടായിരുന്ന പ്രകാശമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ തന്നെ ആ പ്രകാശമുള്ള കുറെ മനുഷ്യന്മാരെ കാണാം. ഞാൻ നിങ്ങൾ പേരെണ്ണീറ്റ് എണ്ണി പറഞ്ഞാല് പിന്നെ നാളെ അവർക്ക് ഇവിടെ നടക്കാൻ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ആണ്ടോ. ഈ നമ്മളെ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്കാണ്. നല്ല കോലത്തിലാണെങ്കിൽ ആ പ്രകാശം അത് ഏത് നാടന്മാർക്കുണ്ടാവും. മൂല്യന്മാർക്ക് മാത്രമല്ല, നാടന്മാർക്കുണ്ടാവും. ഈ ഒരു പേടി, ഈ ഒരു കാഴ്ച എന്ന് പറയില്ലേ, ഇതിന്നുണ്ടാകുന്ന ഒരു പ്രകാശം അത് ഉണ്ടാകണം. എന്നാ ഓനെ പിന്നെ ഇബ്ലീസ് കൈകാര്യം ചെയ്യൂല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ആമീൻ പറയാ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഇനിയും പറയാ, ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ രണ്ടാമത്തെ കേട്ടോളിട്ടോ. അവന്റെ ശരീരം സൃഷ്ടിച്ച മണ്ണ്, ആ മണ്ണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സൃഷ്ടിച്ച മണ്ണുമായി ബന്ധപ്പെട്ട മണ്ണാണ്. അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, അതാരാ? അതാണ് നല്ല രസം കേട്ടോളിട്ടോ. അതിന് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശരീരവുമായി ബന്ധപ്പെട്ട മണ്ണുമായി നിർമ്മിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമകളുടെ ഒരു പ്രത്യേകത, അവര് യർഹമുൽ ഇബാദ വ യുത്ഇമുത് തുആമ. ഈ രണ്ട് സ്വഭാവം. യർഹമുൽ ഇബാദ, അടിമകളോട് വലിയ കാരുണ്യമായിരിക്കും. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭയങ്കര കൃപയായിരിക്കും. ആളുകളോടൊക്കെ ഭയങ്കര കൃപ, അലിവ്, ഭയങ്കര കാരുണ്യം, ഭയങ്കര സ്നേഹം. ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. പോരാ, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണല്ലോ ഭക്ഷണം. അവര് സൽക്കാരപ്രിയരായിരിക്കും. സൽക്കാരപ്രിയരായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോഴാണ് ബക്കറ്റ് വരുന്നത്. ഇത് ഞങ്ങൾ തമ്മിൽ ഒത്തതല്ല കേട്ടോ. നിങ്ങളെങ്ങനെ, ഞാന് പിന്നെ സദക്കന്റെ കാര്യം വരുമ്പോ ബക്കറ്റ് എടുത്ത് വരണമെന്നൊന്നും ബഹുമാനപ്പെട്ട നാസർ സാഹിബിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇത്തിഫാക്കായിട്ട് വന്നതാണ്. പറയലോട് കൂടി ബക്കറ്റ് ഇങ്ങനെ പൊന്തിയതാണ്.
ഇനിയിപ്പോ ആ ലക്ഷണമുള്ള ആരാന്നുള്ളത് ബക്കറ്റാണ്ട് വരുമ്പോഴേ തിരിയുള്ളൂ. ബക്കറ്റ് ഇങ്ങനെ വരുമ്പോ മുഖം ഇങ്ങനെ തിരിക്കുന്ന കോലത്തിലാണെങ്കിൽ നമുക്ക് ശരിക്കും ഉറപ്പിക്കാം സംഗതി കുറച്ച് പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രൂപത്തിൽ എല്ലാവരും സഹായിച്ചോളി. ഈ ലക്ഷണമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ ടോക്കൺ എടുത്തുകൊണ്ട് അഡ്മിഷൻ ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ കിട്ടിക്കോളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിച്ചോളി. യർഹമുൽ ഇബാദ യർഹമുൽ ഇബാദ. അടിമകളോട് വല്ലാത്ത കൃപയാണ്. എന്തേ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ആ റഹ്മത്തുൽ ലിൽ ആലമീന്റെ അനുയായികളായ നമ്മൾ അതാ കൃപയുള്ളവരാകണേ. ഇത് ആദ്യത്തെ 10ന്റെ മധ്യഭാഗമാണ്. ഇത് റഹ്മത്തിന് വേണ്ടി മാറ്റപ്പെട്ട ദിവസങ്ങളാണ്. അല്ലാഹു എന്നും റഹ്മാനാണ്, റഹീമാണ്. പക്ഷെ റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്ത് ഇനി കിട്ടണമെങ്കിൽ അടുത്ത റമളാനിലെ ആദ്യ 10 നീണ്ടു നിൽക്കണോ? ആയുസ് ഉണ്ടാകുമോ എന്നറിയൂല. എന്നാൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഈ ആദ്യത്തെ 10 പടച്ചവന്റെ റഹ്മത്തിൽ വീഴണമെങ്കിൽ നല്ലൊരു മാർഗമുണ്ട്. നമ്മളിലും ആ സ്വഭാവം ഉണ്ടാവുക എന്നതാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവത്തെ അനുകരിച്ചോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വഭാവത്തെ അനുകരിച്ചോ? അള്ളാന്റെ സ്വഭാവം ഏതാ? ഖുർആൻ തുടങ്ങുന്നത് റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മള് റഹ്മത്തിന്റെ ആളുകളാ. പെട്ടെന്ന് റഹ്മത്ത് കൊണ്ട് കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹ് പെടുത്തട്ടെ. ആമീൻ പറയാ. ആ കൂട്ടത്തിൽ അള്ളാഹ് പെടുത്തട്ടെ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. ഒരു കള്ളുകുടി വ്യഭിചാരി. അയാൾ ഒരു ദിവസം കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ 2-3 എത്തിയും കുട്ടികളെ കൈ കിട്ടി വരുന്ന വഴി. ആ മുമ്പനെ എത്തിയും കുട്ടികളായിട്ട് പെരയിക്കുന്നു. കള്ളിന്റെ ലഹരി മാറിയിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു, ഇത് പിന്നെ വാപ്പല്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ കൂട്ടത്തിൽ യത്തീമെന്ന് പറഞ്ഞാൽ വാപ്പല്ലാത്തവൻ, മൃഗങ്ങളെ കൂട്ടത്തിൽ യത്തീമെന്ന് പറഞ്ഞാൽ അമ്മല്ലാത്തവൻ. അങ്ങനെയാണ്. എന്റെ വീട്ടിൽ കുറെ പൂച്ചകളുണ്ട്. മിഞ്ഞാന്ന് ഉമ്മ വിളിച്ചാണ്ട് പറഞ്ഞു അതിന്റെ തള്ള ചത്തുക്കണ്. അപ്പൊ കുറച്ച് മീൻ കൊണ്ടുകൊടുത്ത് യത്തീം മക്കളെ പോറ്റാണ്. ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഈ ലഹരി ബാധിതൻ തിരിച്ചു വരുന്ന സമയത്ത് 2 യത്തീം കുട്ടികളെ കിട്ടി. അവരേറ്റ് വീട്ടിൽ പോയി. പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇത് വാപ്പല്ലാത്ത കുട്ടികളാണ്, ശരിക്കും കുളിപ്പിച്ചിട്ട് ഓല് ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കൊടുക്കുക, നന്നായിട്ട് ഭക്ഷണം കൊടുക്കും, വാപ്പല്ലാത്തവരാണ്. എന്നിട്ട് ഇയാളാണ് കിടന്നു. പെണ്ണുങ്ങളെ കുളിപ്പിച്ച് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അയാള് കള്ളിന്റെ ലഹരി മാറിയതിനു ശേഷം രാത്രി എണീറ്റു. എന്നിട്ട് കുളിച്ചിട്ട് ഒന്നെടുത്തിട്ട് എസ്കരിച്ചു. എന്നിട്ട് അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ കുടിയനാണ്, ഞാൻ പിടിയനാ, ഞാൻ തമ്മാടിയാ, ഞാൻ റൗഡിയാ, എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഏറ്റവും വലിയ അഫ്സഖുൽ ഫുസാഖാണ്, തമ്മാടികളിൽ ഏറ്റവും വലിയ തമ്മാടിയാണ്. പക്ഷേ ഈ രാത്രിയിൽ ഞാൻ ചെയ്തൊരു നന്മയുണ്ട്, അത് റഹ്മത്തുൽ ഐതാം, ഇത്വാമുൽ ഐതാം. വാപ്പയില്ലാത്ത യതീം കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് റബ്ബേ, അവരോട് ഞാൻ കാരുണ്യം ചെയ്തിട്ടുണ്ട് റബ്ബേ. ഈ 2 എന്റെ സ്വഭാവം നീ സ്വീകരിച്ചെങ്കിൽ അല്ലാഹുവേ, എന്റെ എല്ലാ ദോഷങ്ങളും പുറത്തുകൊണ്ട് ഈമാനോടെ ഈ ദുനിയാവിൽ നിന്നൊന്ന് സലാമത്താക്കി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത സമയത്ത് ആ മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വേദന വരികയാണ്. അവനങ്ങ് വയർക്കുകയാ, ഖിബലക്ക് നേരെ കിടക്കുകയാ, ദിക്ർ ചൊല്ലി മരിക്കുകയാ. ഇയാള് മരിച്ച വീരം നാട്ടുകാരറിഞ്ഞു. നാട്ടുകാര് തിരിഞ്ഞു നോക്കിയില്ല. കാരണം ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ചവറ, ഏറ്റവും വലിയ തമ്മാടിയാണ്.
തമ്മാടികൾക്ക് തന്നെ ആളെ തമ്മാടിത്തരത്തിൽ അത്ഭുതമാണ്. അതുകൊണ്ട് ബഹിഷ്കരണം തിരിഞ്ഞു നോക്കില്ല. ഭാര്യ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? മയ്യത്ത് കുളിപ്പിച്ചു, ചുമലിലേറ്റിട്ട് ഇങ്ങനെ പോയി മലഞ്ചെരുവ്. പൊതുവെ മുസ്ലിമീങ്ങളെ മറമാടുന്ന സ്ഥലത്തൊന്നും മറാടാ നാട്ടുകാർ സമ്മതിച്ചില്ല. ഇതയ്യ ഒരു പെണ്ണൊരുത്തി ഒറ്റക്ക്, നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ കാണലുണ്ടല്ലോ, ഭാര്യന്റെ മയ്യത്ത് ചുമലിലേറ്റ് പോണ ഭർത്താവിനെ. ഇത് നേരെ തിരിച്ച് ഭർത്താവിന്റെ മയ്യത്ത് ചുമലിലേറ്റ് പോണ ഭാര്യ. കിലോമീറ്റർ നടന്നൊരു മലഞ്ചവരിയിൽ എത്തിയിട്ട് ഈ പെണ്ണ് ഇങ്ങനെ കബറ് വയ്ക്കാണ്. ഇതൊന്നും മറമാടാ. അപ്പൊ ആ മലന്റെ മുകളിൽ പർണശാല കെട്ടിയിട്ട് അള്ളാഹുവിന് ഇബാദത്തിൽ കഴിയുന്ന ഒരു ആരിഫുണ്ട്. ആ ആരിഫിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം കൊടുത്തു. മലന്റെ താഴെ ഒരു സ്വർഗാവകാശിയുടെ മയ്യത്തുമായി അദ്ദേഹത്തിന്റെ ഭാര്യ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് കബർ ഒഴിച്ചിട്ട് മയ്യത്ത് മറമാടി കൊടുക്കണം. അള്ളാഹു പറയാണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷെ ഭാര്യ അല്ലാതെ ആരും ആ മയ്യത്തിന്റെ കൂടെ ഇല്ല. നിങ്ങളൊന്ന് പോയിട്ട് കബർ ഒഴിച്ച് സഹകരിച്ചിട്ട് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടിയ മെസ്സേജ് അല്ലേ. ഈ ആരിഫ് ഇറങ്ങി നോക്കുമ്പോ ഒരു പെണ്ണൊരുത്തി കബർ ഇങ്ങനെ കൊയ്ക്കാണ്. അപ്പൊ ചോദിച്ചു എന്താന്ന് വെച്ചു. അപ്പൊ ഒരു ഉണങ്ങിയ മയ്യത്തിന്റെ അപ്പുറത്ത് കിടക്കുന്നത് ഇതിന്റെ ഭർത്താവിന്റെ മയ്യത്താണ്. അപ്പൊ നിങ്ങളെ കുടുംബമൊന്നും ഇല്ലേന്ന് വെച്ചു. ഇയാൾ അത്ര വലിയ തമ്മാടിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഭാര്യയല്ലേ, എന്റെ ഭർത്താവല്ലേ, എനിക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ കബർ വെച്ചിട്ട് മറമാടാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളെന്നാണ് മാറ്റി നിർത്തിയിട്ട് മൂപ്പര് കബർ വെച്ചിട്ട് മറമാടി. ഇങ്ങനെ പോരുമ്പോ നാട്ടുകാര് മൂല്യരാണ്ട് വളർന്നു. മൂല്യരെ നിങ്ങളെ ചെയ്തത് ശരിയല്ല. നിങ്ങള് മലന്റെ മുകളിൽ ഇബാദത്തിനായിട്ട് കഴിയുന്ന മഹാൻ. ഞങ്ങളൊക്കെ ഏത് പ്രശ്നങ്ങളും നിങ്ങളെടുത്ത് വന്നിട്ടാ തീർക്കല്. ഞങ്ങളിൽ കുറെ ആൾക്കാർ തമ്മാടികളാണ്. എന്നിട്ട് അവര് പോലും ഇദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം ഇയാൾ ഈ നാട് കണ്ട ഏറ്റവും വലിയ തമ്മാടിയാണ്. എന്നിട്ട് നിങ്ങൾ ഇതിനായിട്ട് ആ പർണശാലയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇയാളെ കബറ് വെച്ചിട്ട് ഈ മറാടിയെ ശരിയല്ല, നിങ്ങളൊക്കെ നമുക്ക് മാതൃക കേട്ടോ ആളുകൾ പറയല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടിയ ഒരു അറിയിപ്പാണ്, അതിനനുസരിച്ച് ഞാൻ ചെയ്താണ് എന്ന്. അപ്പൊ ആളുകൾ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞു ഒഴിയല്ലേ, എന്താണ് അതിന് കാരണം എന്നാണ് പറയുന്നത്. മൂപ്പരെ ഭാര്യനോട് ചോദിച്ചു നോക്ക, ഭാര്യക്കാലോ രഹസ്യം അറിയാം, ഒന്ന് ചോദിച്ചു നോക്ക. അപ്പോ ഈ ബഹുമാനപ്പെട്ട ആരിഫ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു എന്താ നിങ്ങളെ ഭർത്താവിന്റെ അവസ്ഥ. ഭാര്യ പറഞ്ഞു നാട്ടുകാര് പറഞ്ഞത് ശരിയാണ്, എന്നും ലഹരിയാണ്, എന്നും സെക്സാണ്, എന്നും അക്രമമാണ്, എന്നും അക്രമമാണ്, തമ്മാടിത്തരമാണ്. നാട്ടുകാര് പറഞ്ഞത് ശരി തന്നെ. അപ്പോൾ ഈ ആരിഫ് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു നന്മയുള്ളതൊന്ന് പറയുമോ. ആ സമയത്ത് ഈ ഭാര്യ പറഞ്ഞു മരിക്കുന്ന അന്ന് രാത്രി കള്ള് കുടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോ 2-3 യതീമക്കളുമായി കടന്നു വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് വാപ്പയില്ലാത്ത മക്കളാ, അതുകൊണ്ട് ഇവരെ കുളിപ്പിക്കണം, ഇവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലഹരി ബാധിതനായി കിടന്നിട്ടൊന്ന് ഉറങ്ങേണീറ്റ് ലഹരിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. കുളിച്ച് വൃത്തിയായി ഉളൂ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് കരഞ്ഞോണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. റബ്ബേ, വാപ്പയില്ലാത്ത ഈ മക്കളോട് ഞാൻ കാണിച്ച ഈ കാരുണ്യം, അവർക്ക് ഞാൻ നൽകിയിട്ടുള്ള ഈ ത്വാമത്ത നീ സ്വീകരിച്ചെങ്കിൽ ഇക്കാലമത്രയും ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൊറുക്കണേ റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. അതോടുകൂടി ദിക്ർ ചൊല്ലി മരിക്കുന്നതും കണ്ടു. എന്നെ കേൾക്കുന്ന ഉമ്മ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, ഓ പ്രിയപ്പെട്ട ആണുങ്ങളെ,
റഹ്മത്ത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അത് യതീം കുട്ടികളോടാണെങ്കിൽ, അത് ആലിമീങ്ങളോടാണെങ്കിൽ, അത് മുതഅല്ലിമീങ്ങൾക്കാണെങ്കിൽ, അത് നോമ്പുകാരെ വിളിച്ചുകൊണ്ട് നോമ്പ് ഉറപ്പിക്കാൻ കൊടുത്തതാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നോമ്പുകാരെ പറപ്പിച്ചവന്റെ കൈ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ആശ്ലേഷിക്കുന്നതാണ്, ഹസ്തദാനം ചെയ്യുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. ഒരാളെങ്കിലും വിളിച്ച് നോമ്പർപ്പിച്ചോളൂ. അല്ല ഒരാളെങ്കിലും ലൈലത്തുൽ ഖദറിൽ ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് കൈ പിടിക്കും. നമ്മൾ അറിയില്ല, അറിയണമെങ്കിൽ ആ ദർജയിൽ നമ്മൾ എത്തണം, അപ്പൊ അറിയും. അറിഞ്ഞിട്ടില്ലെങ്കിലും നടക്കണ്ടേ നടക്കും. അങ്ങനെ എന്തെല്ലാം നടക്കുന്നുണ്ട്. എക്സ്റേ എടുക്കണേ നമ്മൾ അറിയണ്ടോ? സ്കാനിങ് എടുക്കണ അറിയണ്ടോ? ഫോട്ടോ എടുക്കണ അറിയണ്ടോ? ലൈറ്റ് വരുന്നുണ്ട് അല്ല വേറെ അറിയണ്ടോ? എന്തെല്ലാം ഇപ്പൊ അവിടെ നടക്കണ്ട അറിയണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ എക്സ്റേ എടുക്കണായിരുന്നു മനസ്സിലായിക്കോളി. ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് കൈ ഒട്ടോ നമ്മൾ അറിയില്ല. അറിയണമെങ്കിൽ നമ്മളെ ദർജ കൂടി അറിയും ചെയ്യും. എന്ത് മതി? ഇഖ്ലാസോട് കൂടി ഒരാളെ വിളിച്ചിട്ട് നോമ്പർപ്പിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നേരെ സ്വർഗത്തിന്റെ ടോക്കൺ കൈ തരാൻ പോവാ. പരിശുദ്ധ റമളാനിൽ ഇൽമിന്റെ സദസ്സിന് വേണ്ടി വല്ലതും കൊടുത്താൽ ടോക്കപ്പ് കിട്ടും. ഉറപ്പാണ്. അറിയില്ല, അറിയാതെ കിട്ടുന്നാണ് ഈ പറഞ്ഞത്. അറിയില്ല, ഇപ്പൊ കിട്ടും. ഇവിടെ 3-4 ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് വലിയ ഫണ്ടൊന്നും ഇല്ല എന്നാണ് സംഘാടകര് സങ്കടത്തോടെ അറിയിച്ചത്. ആ സങ്കടം തീർക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മളെ സങ്കടം അല്ലാഹു തആല തീർത്തരും ഇൻഷാ അല്ലാഹ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട, വേണ്ട, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇന്ന് കുറച്ച് പൈസകൾ തരും പറഞ്ഞ ഞാൻ ഉദ്ഘാടനം ചെയ്യാം. അങ്ങനെയല്ല അതിന്റെ കണക്ക്. ഞാൻ ഉദ്ഘാടനം ചെയ്യാം. പറഞ്ഞ ആള് വെറുതാക്കണ്ടല്ലോ. ഞാൻ തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെങ്കിലും നിങ്ങളും കൊടുക്കണം. പിന്നെ പൈസ ഇല്ലാതെ ഇത് പിരിയത് കടാവാൻ പറ്റില്ല. റമളാനിൽ പട്ടാപ്പകലിൽ പരിപാടി സംഘടിപ്പിച്ചിട്ട് കടായി പിരിയാന്ന് പറഞ്ഞാൽ ഈ നാടിന് മാനക്കേട. ഞമ്മക്ക് മാനക്കേട് എന്നല്ല, നാടിന് തന്നെ മാനക്കേട്. ഇൻഷാ അല്ലാഹ് ഒരു 500 രൂപ എടുത്തിട്ട് സ്വർഗത്തിന്റെ ടോക്കൺ എല്ലാരും ഒന്ന് വാങ്ങിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ. എന്നെ കൊണ്ട് പറയിപ്പിച്ച ഒരു ഹദീസ് ഇതാ. അതിന്റെ ഭാഷയിൽ ഞാൻ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് ഇങ്ങനെ ചില ആൾക്കാരെ പാട്ടിലാക്കി മടിയിലാക്കി ഊരക്കെട്ട് കെട്ടി കഴുത്തിന് കെട്ടി ഓനെങ്ങനെ കൊണ്ടുപോവാണ്. മൃഗങ്ങൾ അറവുശാലയിൽ കൊണ്ടുപോകണമായിരുന്നു. നരകത്തിന്റെ വക്കിലെത്തി ചില മനുഷ്യന്മാരെ സ്വതക്ക കൊടുത്തിട്ടുണ്ട് രക്ഷപ്പെടാൻ. അതിൽ ഇബ്ലീസ് കൊരങ്ങി ഇഞ്ചി അടിച്ച മാതിരി ആ കെട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ വരുമല്ലോ ഇൻഷാ അല്ലാഹ്. കാരണം എല്ലാ ദോഷങ്ങളും തകർത്ത് തരിപ്പണമാവാൻ ഒരു ഒറ്റ മൂലികയാണ്. ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ അസ്സദഖത്തു റദ്ദുൽ ബലായ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നന്നായിട്ട് നിയ്യത്ത് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കുമ്പോ കൊടുത്താൽ മതി. ഇന്ന് സ്വർഗത്തിന്റെ ടോക്കൺ നമ്മളെ കൈ കിട്ടണം, എനിക്കും കിട്ടണം, നിങ്ങൾക്കും കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നെ നിങ്ങൾ ആമീൻ പറയാത്തത് കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് നന്നായിട്ട് പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസിന് സ്വാധീനം ഇല്ലാത്ത ലക്ഷണാണത്, ഞാൻ വെറുതെ പറയല്ല. ഈ ലക്ഷണമുള്ള മനുഷ്യന്മാര് അവർക്ക് ഇബ്ലീസിന് സ്വാധീനമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാ കേട്ടോളൂ. മൂന്നാമത്തേതാണ് അവരുടെ ഹൃദയം എന്റെ ഖജനാവാണ്. കേട്ടോളൂ, അവരുടെ ഹൃദയം എന്റെ ഖജനാവാണ്. ഇബ്ലീസ് ചോദിച്ചു, നിന്റെ ഖജനാവ് ഹൃദയമായി മാറിയവർ ആരാണ്? അല്ലാഹു പറഞ്ഞു, മൻകാന റാളിയം ബിഹുക്മി വമുസാരിയൻ ഇലബ്തിഗാഇ മർളാതി ഫഖൽബുഹു ഖസീനതി.
ആരെങ്കിലും എന്റെ ഹുക്മിന് പൂർണ്ണമായി തൃപ്തിപ്പെട്ടാൽ, എന്റെ തൃപ്തിയിലേക്ക് ഉളരിയാൽ, അവന്റെ ഹൃദയം എന്റെ ഖജനാവാണ്. നബിയുനാ റസൂലുള്ളാഹി. അല്ല എന്ത് തീരുമാനിച്ചാലും തൃപ്തിപ്പെടുക. അതാണ് പടച്ചോനെ ഞങ്ങൾക്ക് ആ കൽവ് തരണേ റബ്ബേ. ഇതൊരു പല്ലുവേദന വരുമ്പോഴേക്ക് അങ്ങാടിയിൽ വന്ന് ഇതിന്റെ കാൽമക്കാലം കെട്ടിട്ടുള്ള ഇല്ലായ്മയും വല്ലായ്മ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഹൈദ്രോനെ എനിക്കറിയില്ലേ മിഞ്ഞാന്ന് തുടങ്ങിയാണ് പല്ലുവേദന, വേദന ചിട്ട് വെജ. അതാ അങ്ങനെ അങ്ങോട്ട് ഇരുന്നങ്ങോട്ട് പൊട്ടിച്ചിട്ട് കണ്ടു. ഒരു ക്ഷമാന്ന് പറഞ്ഞത് ഇല്ലാത്ത പടപ്പുകളായിട്ട് നമ്മള് മാറി. ചില മനുഷ്യന്മാരങ്ങനെ ഉണ്ട്. ഓൾക്ക് എന്തും ബുദ്ധിമുട്ടാണ്, എന്തും കഷ്ടപ്പാട്. അങ്ങനത്തെ ചില ആളുകളുണ്ട്. നിയമത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല, മുസീബത്തൊക്കെ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ നിയമത്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, മുസീബത്തൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലും ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. അപ്പൊ ഇങ്ങനെ കരഞ്ഞപ്പോ ഓന് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കാൻ കരയാൻ മാത്രം പ്രായമായിട്ടില്ല. കാരണം മൂത്തോക്കെ നമുക്ക് പ്രായം അറിയാലോ. വേണമെങ്കിൽ കുട്ടി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറയാം, കരയാൻ പ്രായം. കാരണം കല്യാണം കഴിച്ചിട്ട് അത്ര ആയിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരയണ, എന്റെ കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലായെന്ന് വെച്ചു. അപ്പൊ എന്നോട് തന്നെ കല്യാണം അടുത്ത ബുധനാഴ്ച. കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോ കുട്ടി ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യം ഒരു മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ പറയുകയാണെങ്കിൽ അർത്ഥമുണ്ട്. ഒരു 5-8 കൊല്ലം കഴിഞ്ഞിട്ട് കരയണയിലും അർത്ഥമുണ്ട്. ബുധനാഴ്ചത്തെ കല്യാണത്തിന് ഇപ്പൊ തന്നെ കുട്ടിക്ക് കരയേ, ഇതെന്താ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ എന്റെ ജ്യേഷ്ഠനെയും പെങ്ങളെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഓൽക്കൊന്നും കുട്ടികളില്ല, അങ്ങനെ ഇപ്പൊ ഞാനും പോണേ, അത് കരഞ്ഞാണെന്ന്. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചേ, അത് ജ്യേഷ്ഠനക്കും പെങ്ങൾക്കും അല്ലേ എങ്ങായി, വാപ്പാക്ക് കുട്ടികളില്ലാന്ന് വെച്ച്. ഈ വാപ്പാക്കും ഇല്ല അറിഞ്ഞു, മോനാ പറഞ്ഞു. വാപ്പാക്ക് കുട്ടികളില്ലാന്ന് പറഞ്ഞ ആരാ? മോനാ. കാരണം ഇത് മുസീബത്ത് പറയാൻ അങ്ങനെ തീരുമാനിച്ചപ്പോ നിയമത്തൊന്നും ഓർമ്മയില്ല, ഞാൻ വാപ്പാന്റെ മോനാന്ന് പറഞ്ഞു. ഇങ്ങനെ ചില മനുഷ്യന്മാര്. മുമ്പൊരാള് മഗ്‌രിബ് നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ ഇമാമിനെ തുടർന്നൊരു കഥ കേട്ടിട്ടുണ്ട്, ഉസ്താദ് പറഞ്ഞു കേട്ടതാ. അപ്പൊ മഗ്‌രിബ് നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തുണ്ടല്ലോ, പോയവന് അവിടെ തുടരാന്നല്ലാതെ എന്താ പ്രശ്നമുള്ള കാര്യം? ഇയാൾ ഒന്നുകൊടുത്തിട്ട് തുടർന്ന് അത്തഹിയ്യാത്തിൽ ഇയാള് നീച്ചു. ഇമാമ 3ാമത്തെ റക്അത്തേക്ക് നീച്ചു, ഓനും നീച്ചു. ഓ അങ്ങനെ ഇന്തിച്ചു, ഇഞ്ഞു അത്തഹിയ്യാത്ത് തന്നെ അല്ല, ഇമാമിന് ഇഞ്ഞു അത്തഹിയ്യാത്ത്, ഓനിരിക്കണല്ലോ. ഓൻ പോയിട്ട് അത്തഹിയ്യാത്തിലിരുന്നു. അപ്പൊ അങ്ങനെ ഇന്തിച്ചു, ഒരു റക്അത്ത് 2 അത്തഹിയ്യാത്ത്. ഇനി ഓന് 2ാമത്തെ റക്അത്താണ്, അതിൽ ഓൻ അത്തഹിയ്യാത്ത്. അല്ല നിങ്ങൾ ചിന്തിച്ചോക്കാണ്ട്, ഓനക്ക് ഇനി 2ാമത്തെ റക്അത്താ, അവിടെ അത്തഹിയ്യാത്ത്, അതിൽ ഓൻ അവിടെ ഇരുന്നു. മഗ്‌രിബ് 3 റക്അത്തല്ലോ, 4 ചെല്ലോ, അവിടെ അത്തഹിയ്യാത്ത്. അപ്പൊ ചിന്തിച്ചു നോക്കുമ്പോ 3 റക്അത്ത് 4 അത്തഹിയ്യാത്ത്. ഓൻ വേഗം സലാം വീട്ടിട്ട് അങ്ങാടി പോയി പറഞ്ഞാലോ, പൊന്നാര ചങ്ങായിമാരെ ഇടങ്ങറുള്ളവനെ എവിടെ പോലെ ഇടങ്ങ ഇടങ്ങറിനാണ്ട് കുടുങ്ങിയാലോ എവിടെ പോയാലോ ഇടങ്ങറന്നെ. എന്ത് ഞാൻ ഇപ്പൊ 3 റക്അത്ത് 4 അത്തഹിയ്യാത്ത് ഓതിട്ടല്ലേ, അതിപ്പോ ഇടങ്ങാറപ്പോ ഒരു മസാലല്ലേ, അതിലിപ്പോ എന്താ ഇടങ്ങറുള്ളത്? പക്ഷെ പറയണവനൊക്കെ ഇടങ്ങറാണ്. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാര്, തൊള്ളൊന്നും കൊണ്ട് പൂട്ടിക്കൂല. ഇതിങ്ങനെ കാക്കക്കൂട്ടില് കല്ലിട്ട് മാറിയ കള 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 ഇതെനിക്ക് തൊള്ള കടയില്ലല്ലോ. എല്ലാ അവയവവും കടയും. കൈകൊണ്ട് കുറെ പണിയെടുത്തോക്കാനെ കടയും, കാലുകൊണ്ട് കുറെ പണിയെടുത്തോക്കാനെ കടയും, കണ്ണുകൊണ്ട് കുറെ പണിയെടുത്തോക്കാനെ കടയും. ഈ ശരീരത്തിൽ കടയാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇതാ, ഇതിമൊട്ട് എല്ലില്ലേ കടയില്ല. നിങ്ങൾ പറഞ്ഞിട്ടിക്കണോ ഒരാളിങ്ങനെ മിണ്ടാതിരിക്കുക, നമ്മൾക്ക് എന്തേ വർത്താനം പറഞ്ഞിട്ട് നാവ് കടയിനെന്ന് പറഞ്ഞിട്ടിക്കണം. അത് ശരീരം കടഞ്ഞ്, ശരീരം ക്ഷീണിച്ച്, ശരീരം കുഴഞ്ഞ് കട്ടുമ്പോ കിടക്കുകയാണെങ്കിലും നാവ് ഇങ്ങനെ സജീവായിട്ട് ഗീബത്ത് ഇങ്ങനെ പറഞ്ഞ തന്താറേണ്ടല്ലേ. ആര് മുന്തിരി പാക്കറ്റ് ആയിട്ട് പോയാലും, ആര് ഓറഞ്ച് ആയിട്ട് പോയാലും, അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തളർന്ന് കിടക്കണ 80 വയസ്സായ എന്തായിരിക്കും, എന്നാലും കാണാ ഗീബത്ത് അങ്ങനെ പറയും. ഈ സാധനം കടയില്ല, അത് അള്ളാന്റെ ഒരു പരീക്ഷ. അതന്നെ ഗീബത്ത് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഇബ്ലീസ് ഇങ്ങനെ തേന് വറ്റി തരും. അപ്പൊ നല്ല രസം ഉണ്ടാവും. മടുപ്പ് വരൂലല്ലോ, ഗീബത്ത് മടുക്കൂല. ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ഇരുന്നിട്ട് ബസ് വരാൻ കാത്തിക്കായിരിക്കും, ബസ് വന്നിട്ട് ഓൺ അടിക്കണ്ടാവും. ഇതിക്കാണ്ട് കടന്നാല് അപ്പൊ നിങ്ങള് വരണില്ലേ എവിടേക്ക്? കുണ്ടോട്ടി. കുണ്ടോട്ടിക്കല്ലേ. ഗീബത്ത് കയറിയ സംഗതി അറിയില്ല, തറ വലിയ രസാണ്. അതുകൊണ്ടാണ് മാന്യന്മാരെ 1ാമത്തെ ലക്ഷണം ഈ സാധനം പിടിച്ചേക്കുന്നുള്ള. ഇതുകൊണ്ട് പിടിച്ചേക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് ഇടുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
ചിന്തിക്കണേ ചിന്തിക്കണേ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന റാളിയൻ ബിഹുക്മി വമുസാരിയൻ ഇല ഇബ്തിഗാഇ മർളാതി. എന്റെ തൃപ്തി കിട്ടണോ, എന്റെ തീരുമാനങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തിയാണ്, ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് കൽബിന്റേതെങ്കിൽ അവന്റെ കൽബ് എന്റെ ഖജനാവ എന്ന് അള്ളാഹു പറഞ്ഞതായി നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ എല്ലാ ഹുക്കുമും നമ്മൾ തൃപ്തി ഉണ്ടോ? നിങ്ങള് സഹാബാക്കള അവസ്ഥകൾ കണ്ടോ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ ഉമ്മമാരെ, ജാബിർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ സൽക്കരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. കേട്ടോളൂ, ചരിത്രം കേട്ടില്ല എന്ന് പറയണ്ട, കേട്ടോളൂ. ജാബിർ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ സൽക്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരികയാണെന്ന് സഹധർമ്മിണിയോട് പറഞ്ഞു. ജാബിറിന്റെ സഹധർമ്മിണി ആനന്ദ തുണ്ടിലയാണ്, ഹൃദയത്തിൽ തേന്മഴ പെയ്യുകയാണ്. കാരണം അതിഥി ആരാ? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിഥിയായി കിട്ടുകയല്ലേ. സന്തോഷത്തിന് അതിരില്ല. സന്തോഷം ജാബിറുല്ലാനെ വേഗം ആട്ടുകുട്ടിനെ പിടിച്ച് അർത്തു. റസൂലുള്ളാഹിനെ സൽക്കരിക്കാൻ മുദരീസിനും ഖതീബിനും മുഅല്ലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഒക്കെ നോമ്പറക്കാൻ വേണ്ടി ആട്ടിറച്ചി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പോത്തിറച്ചി കൊണ്ടുവന്നോട് എതിരിട്ട് പോത്തിറച്ചി കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോ മീനൊക്കാണ് കൂട്ടിക്കാളി, ഉണക്കലും കൂട്ടിക്കാളി, ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചിന്തിക്കണേ. ജാബിർ റളിയല്ലാഹു ഭാര്യനോട് ഒന്ന് പറഞ്ഞു, റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടുണ്ട്. എന്തോ ഒരു സന്തോഷം എന്നറിയങ്ങള്. ഭാര്യ പൊടിയെടുത്തിട്ട് ഇങ്ങനെ ചാമ്പാൻ തുടങ്ങി. ഇവിടെ ചാമ്പ് എന്ന് പറയില്ല ഞങ്ങള്, പൂസണേന് അടിക്കണേന് പഠിച്ചൻ എന്നാ സോറി, ഞങ്ങളവിടെ ചാമ്പ് എന്നാ പറയാം. ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കും. ചാമ്പ് എന്നും പറയില്ലേ? മറ്റേ ഇല്ലെങ്കിൽ ഞാൻ പോകുമ്പോ പിന്നെ ചാമ്പ് വരും. കാരണം അവൾക്ക് ഏതായാലും പൊടി ഇട്ടിട്ടുണ്ട്. ചില ഓരോ സ്ഥലത്തും ഓരോ നിന്നാള്. ഞാന് ഈ കർണാടക ഭാഗത്ത് വേദന പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാന് ട്രെയിനിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കൂല. ട്രെയിനിൽ നിന്ന് നിസ്കാരം ഭക്ഷണമൊക്കെ പിന്തിച്ച് അമ്മാക്കല. ദൂരം അങ്ങോട്ട് പിന്തിക്കും, ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങോട്ട് പിന്തിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പൊ അവിടെ അങ്ങനെയാണ് പോയിരുന്നു. ഭക്ഷണം വരണില്ല, ഭക്ഷണം കഴിച്ചിട്ട് വേദ തുടങ്ങാന്നുള്ള ഭക്ഷണം വരണില്ല. അപ്പൊ പുരക്കാരെന്നോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് ക്ഷമിക്കും, കണ്ണം വരാണ്ട്. കണ്ണം വരാണ്ട് കാരണം എനിക്ക് സന്തോഷമായി. കാരണം എനിക്ക് കണ്ണന് നല്ല ഇഷ്ടമാണ്. കണ്ണെന്ന് പറഞ്ഞിട്ട് മീനുണ്ട്, അറിയില്ലേ? 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 അതും അറിയില്ലേ? ആ ഈ പുഴയിന്ന് പിടിക്കുന്ന ഒരു മീനാ കണ്ണൻ. നല്ലതാണ്, ഹാർട്ടിനൊക്കെ നല്ലതാണ് കണ്ണന്. എന്തെങ്കിലും പൊടിച്ചാൽ പെണ്ണുങ്ങളൊക്കെ കൊടുത്തോളി, നല്ല ഹാർട്ടിന് നല്ലതാണ്. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇയാൾ ഒരു 5 മിനിറ്റ് ക്ഷമിക്കും, കണ്ണൻ വരാണ്ട് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ കരുതി എനിക്ക് കണ്ണൻ ഇഷ്ടമാണെന്ന് ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവും, എവിടെന്നെങ്കിലും പിടിച്ചോണ്ടിരിക്കുന്ന ഞാൻ കരുതിയത്. ആയിക്കോട്ടെ എന്ന് അറിഞ്ഞു. ഞാൻ 5 അല്ല 10 മിനിറ്റ് ഇരുന്നോളാം അറിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും വരണില്ല. അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു, കണ്ണപ്പ വരും, ക്ഷമിക്കട്ടെ ഉസ്താദേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഇടുങ്ങിയ പാന്റ് ഇട്ടിട്ട് കുമ്പൊക്കെ മുമ്പൊക്കെ ചാടിയിട്ട് മുടിയൊക്കെ കൂടി കണ്ട് ഇളനീര് ചെത്തിച്ച മാറ്റ ഒരു ചങ്ങായി ഇങ്ങനെ ഉണ്ട്. എന്റെ മുമ്പിൽ വന്നിരുന്നു. എന്നോട് പറഞ്ഞു, ഇനി കൈക്കോ ഉസ്താദെ കണ്ണൻ വന്നിക്കണ. ഞാൻ ചോദിച്ചാൽ എവിടെയെന്ന് വെച്ചാൽ ഇതാണ് കണ്ണൻ. അപ്പൊ അവിടെ മോളെ കെട്ടിയ മരുവനാണ് കണ്ണെന്നറിയാം. അതൊട്ട് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ തൊള്ളയിൽ വെള്ളം വെച്ചിട്ട് മറ്റേ കണ്ണൻ കാത്തിക്കണം. ഇതിനൊട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ പൊരിച്ചു തിന്നാനൊട്ട് പറ്റണില്ല, കണ്ടിട്ട് പേടിയാവും ചെയ്യാം. അപ്പൊ അവിടെ കണ്ണെന്ന് ഞാൻ അർത്ഥം വെച്ചാണ് പ്രശ്നമായത്. എന്നപോലെ ഈ ചാമ്പ് എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ വേറെ അർത്ഥം കൊടുക്കണ്ട. പൊടി ഇങ്ങനെ കുഴക്കാന്നാണ് അതിന്റെ അർത്ഥം. ജാബിർ റളിയല്ലാഹുവിന്റെ ഭാര്യ പൊടി ഇങ്ങനെ കുഴക്കാൻ തുടങ്ങി. ജാബിർ റളിയല്ലാഹു നല്ലൊരു ആട്ടുകുട്ടിനെ അറുത്തിട്ട് മാംസം ഇങ്ങനെ കഷ്ണാക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി വരാൻ പോകണം, വീട്ടിലേക്ക് വരാൻ പോകും. കുറെ പഠിക്കാനുള്ള ഒരു സംഭവമാട്ടോ, നല്ല കേട്ടോളി. ജാബിർ റളിയല്ലാഹുവിന് ആടിനെങ്ങനെ ആട്ടിൻകുട്ടിനെ ഇങ്ങനെ അറക്കുമ്പോ ജാബിർ റളിയല്ലാഹുവിന് 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികൾ ഇതിങ്ങനെ നോക്കിക്കണം. കുട്ടികളെ അമ്പലിച്ചിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. അറക്കുക, നഖം വെട്ടുക. അതുപോലെ ഇപ്പൊ മെൻസസ് പീരീഡ് ഉള്ള പെണ്ണുങ്ങൾക്ക് റമളാനിന് നോമ്പ് വെൽക്കണ്ടല്ലോ, അത് നിങ്ങൾ വാതിൽ കുറ്റിയിട്ടിട്ട് നിങ്ങൾ തിന്നുമ്പോ കുട്ടീനെ മടിയിലിരുത്ത്. കാരണം കുട്ടിക്ക് മെൻസസ് മസാല അറിയില്ല. കുട്ടി ആർക്കും റമളാൻ എന്ന് പറഞ്ഞാൽ കുറ്റിയിട്ടിട്ട് ചാമ്പണ മാസമാണ്.
കുട്ടി അതിന് അങ്ങനെ അർത്ഥം കൊടുക്കാം. റംസാന് ഭക്ഷണം കഴിക്കാം, ഒറ്റ ഷർത്തുള്ളൂ, വാതില് കുറ്റിടണം എന്ന ഷർത്തുള്ളൂ. ഈ പയ്യൻ പഠിക്കാൻ കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തിന്നോളി, കുട്ടികളെ മടിയിൽ വെച്ച് തിന്നരുത്. അങ്ങനെ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, എന്തും പെട്ടെന്ന് അനുകരിക്കും പെട്ടെന്ന്, അങ്ങനെയാണ്. അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആടിനറക്കുമ്പോ ഈ കുട്ടികൾ ഇങ്ങനെ നോക്കിക്കുന്നു. ആടിനറുത്തിട്ട് തൊലിയൊക്കെ പൊളിച്ചിട്ട് മാംസം ഇങ്ങനെ കഷ്ടാക്കുമ്പോ മൂത്ത കുട്ടി താഴെ കുട്ടിന്റെ തോളെറ്റിട്ട് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി. എന്നിട്ട് വെച്ച്, എടാ ബാപ്പ ആടിനറുത്തത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചിട്ട്. ചെറിയ കുട്ടി പറഞ്ഞ ആയിക്കോട്ടെ എന്നാ കിടക്കടാ. മൂത്തോൻ ചെറിയനാണ് കിടത്തി, ബാപ്പാനെ കാണാതെ കത്തി എടുത്തോണ്ട് കത്തിനാണ്. കത്തിയാണ്ട് ഇറങ്ങി കഴുത്താണ്ട് പൊട്ടിയിട്ട് രക്തം കണ്ട് പമ്പ് ചെയ്തപ്പോ കുട്ടിക്ക് വേജാറായി. കുട്ടി കത്തിയിട്ട് കണ്ട ഒരൊറ്റ ഓട്ട. ഓടുമ്പോ തടഞ്ഞു വീണ് പാറമ പോയിട്ട് തലടിച്ചിട്ട് തല പൊട്ടിയിട്ട് തലച്ചോറ് തള്ളിയിട്ട് മരിച്ചു. അവിടെ അങ്ങനെ കുട്ടി മരിച്ചു, പൊടി ഇങ്ങനെ മരിച്ചു. അപ്പൊ ജാബിർ റളിയല്ലാഹുവിന്റെ ഭാര്യ പൊടി ഇങ്ങനെ കുഴക്കാണ്. ജാബിർ റളിയല്ലാഹു ആടിന്റെ മാംസം ഇങ്ങനെ കഷ്ടാക്കാണ്. റസൂൽ വരാൻ പോണ്. 2 കുട്ടികളുടെ അവസ്ഥ. നമ്മളാണ് എന്താ പറയാ, എടങ്ങന്റെ കൊടി ആ മുദരിസിന് ഭക്ഷണം കൊടുക്കുന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഹലാക്കാണ് തീരുമാനം. അവിടെ അങ്ങനെ വലിയ മുസീബത്ത് അവിടെ വന്നത്. ഇതിനേക്കാളും വലിയ മുസീബത്ത് ജാബിർ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് ഞാൻ അന്ന് എന്താ ഉള്ളത്, 2 കുട്ടികളാണ് മരിച്ചു. റസൂലുള്ളാഹി വരാൻ പോണ്. സുബ്ഹാനല്ലാഹ്. പൊടിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു ഈ ഇറച്ചിങ്ങനെ കഷ്ണമാക്കി കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യയിടക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയും, യഥാ കഷ്ണിച്ച് കഴിഞ്ഞില്ലേ? ജാബിർ തിരിച്ചു പറയോ, ഈ പൊടി കുഴച്ച് കഴിഞ്ഞോ? സംഗതി തകൃതിയിൽ നടക്കുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ റൂമിലേക്കൊന്ന് കടന്നതാണ് ഒരു സാധനം എടുക്കാൻ. അപ്പോൾ കണ്ണു തള്ളിപ്പോയി. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമോന് കഴുത്ത് അറുക്കപ്പെട്ടുകൊണ്ട് പടഞ്ഞ് ആട്, അതാ അറുത്തിട്ട ആട് ജീവൻ പോയതുപോലെ തന്റെ പ്രിയപ്പെട്ട മോന് പടഞ്ഞ് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അതാ പൊടി ചാമ്പുന്നതിനിടയിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. അതിഥിയായി കടന്നു വരുന്ന സമയമാണ്. ഈ കാണുന്നത് റബ്ബിന്റെ തീരുമാനമാണ്. ഇവിടെ ഞാൻ നിലവിളി കൂടിയാൽ അത് ജാബിർ കേൾക്കുന്നതാണ്. ജാബിർ അങ്ങ് ആടിനെ കഷ്ണിക്കുന്നത് നിർത്തിയിട്ട് ഓടി വന്നിട്ട്, എന്റെയും ജാബിറിന്റെയും ഈ കുട്ടിയെ കണ്ടാൽ ഭക്ഷണമുണ്ടാക്കൽ മുടങ്ങുന്നതാ. അപ്പൊ റസൂലുള്ളാഹിനെ സൽക്കരിക്കാൻ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നു. റാളിയം ബിഹുക്മി വമുസാരിയൻ ഇലബ്തിറാഇ മർളാതി. അവർക്ക് ഇബ്ലീസിന്റെ സ്വാധീനമില്ല. ഭാര്യ എന്ന ശരീരത്തെയും കൽബിനെയും നിയന്ത്രിക്കുകയാ, നഫ്സിനെ നിയന്ത്രിക്കുകയാ, ചുണ്ട് പൊത്തിപ്പിടിക്കുകയാ. ഒരു പെണ്ണല്ലേ, പൊന്നുമോന് മരിച്ചതല്ലേ, അനിയന്ത്രിതമായ കരച്ചിൽ വരും. ചുണ്ട് പൊത്തിപ്പിടിക്കുകയാണ്, കൽബിനെ അടക്കുകയാണ്, എന്നിട്ട് പൊടി ചാമ്പുകയാ. ആ പെണ്ണിന്റെ കൽബ് അള്ളാന്റെ ഖജനാവ് അല്ലെങ്കിൽ പിന്നെ ആരാ അള്ളാന്റെ ഖജനാവ്? ഈ കുട്ടിനെ എന്ത് ചെയ്തു? ഒരു മുണ്ട് കൊടുന്നിട്ട് ആ കുട്ടിനാണ് ഇട്ടു, മുണ്ടിന്റെ ഉള്ളിലാക്കി മയ്യത്ത്. എന്നിട്ട് പൊടി ഇങ്ങനെ കുഴക്കാണ്. ഇടയ്ക്ക് ജാബിറിനോട് വിളിച്ചു വെച്ചു, അല്ല നിങ്ങളത് കഴിഞ്ഞോ? അല്ല, ഒരു ചെറിയ കുറകിന്റെ കഷ്ണം കൂടി മുറിക്കാണ്ട്. അവിടെ പൊടി ഇങ്ങനെ ചാമ്പി ഏകദേശം ലെവലായിക്കണ്. ഈ കുട്ടി മയ്യത്തായി കിടക്കുമ്പോഴത് വർത്താനം പറഞ്ഞു. കാരണം എന്തേ? റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ പോവാണ്. അവിടെ അള്ളാന്റെ എന്തും അവർക്ക് തൃപ്തിയാണ്. അങ്ങനെ പൊടിങ്ങനെ കുഴച്ചൊക്കെ റെഡിയാക്കി ഉരുട്ടി വെച്ചു. ഒരു കൊള്ളിക്കഷ്ണം എടുക്കാൻ വേണ്ടി പുറത്തു പോയപ്പോ അതിനേക്കാളും വലിയ കാഴ്ച, മൂത്തോനെ തല പൊട്ടിയിട്ട് മരിച്ചു കിടക്കുന്നു. ഇനി പിടിച്ചിക്കാൻ പറ്റിയ ഒരു പെണ്ണുങ്ങളെ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് എന്നോട് ബഹുമാനപ്പെട്ട സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംസോലിയരും ദാരി ഉസ്താദൊക്കെ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്. മാഷും പറഞ്ഞു പെണ്ണുങ്ങൾ അണിയണിയായി നിരനിരയായി ഇങ്ങനെ കിടക്കണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇനി ഒരു പെണ്ണിനെ പിടിച്ചിക്കാൻ പറ്റുമോ? സ്വന്തം ഭർത്താവിന് ഗൾഫില്
കഫീല് ശമ്പളം കുറച്ചു കേൾക്കുമ്പോ ഏതൊക്കെ മക്കബറിയിൽ പോയിട്ട് ബ്ലൗസിന്റെ ബട്ടൺ അയച്ചിട്ട് നെഞ്ഞത്തടിച്ചിട്ട് മുടിയും കാട്ടിയിട്ട് ഇങ്ങനെ നിന്നെടുക്കണം പെണ്ണുങ്ങളെ നിങ്ങൾ ചിന്തിക്കും. നിങ്ങളല്ല അങ്ങനത്തെ ഒരു ചിന്തി. മക്കബറിക്ക് ഒരു പെണ്ണിന് പോവാ, ഔറത്ത് മറച്ചുകൊണ്ട് മഹാന്മാരോടുള്ള ബഹുമാന പ്രകടനാർത്ഥം പോവാ, അത് തെറ്റില്ല. പക്ഷെ പോണേന് നിയമമുണ്ട്. അതൊക്കെ ലംഘിച്ചിട്ട് എല്ലായിടത്തും പോയിട്ട് ബ്ലൗസ് അയച്ചിട്ട് നെഞ്ഞത്തടിച്ചിട്ട് കരയുന്ന പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചോളി. ഒന്ന് ഇരുന്നിട്ട് പടച്ചവനോട് പാതിരാത്രിയിൽ ഒരു തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കാൻ വയ്യ, നീക്കണത് സുബഹി ഖളാക്കിയിട്ട്, എന്നിട്ട് പിന്നെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് രാമന്റെ അയ്യപ്പന്റെയും ബോൾ നോക്കിയിട്ട് ഓടുന്ന പെണ്ണുങ്ങളെ ചിന്തിച്ചോളി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കും. 2 കുട്ടികളും മരിച്ചു. 2ാമത്തെ കുട്ടിനെ കണ്ടപ്പോ കൽബ് കൊണ്ട് പൊട്ടി. പക്ഷെ മുണ്ടില്ല, പിടിച്ച കണ്ടെന്നു. അനം കരഞ്ഞാ ഭർത്താവ് ഓടി വരും. 2ആളും കൂടി അറിഞ്ഞാ റസൂലുള്ളാഹിനെ സൽക്കാരായിട്ട് മുടങ്ങും. അതന്നെ. 2ാമത്തെ കുട്ടീനെ ആ പെണ്ണൊരുത്തി താങ്ങിയെടുത്തു. 1ാമത്തെ കുട്ടീനെ കിടത്തിയ സ്ഥലത്ത് കൊണ്ടേ കിടത്തിയിട്ട് 2ആളും കൂടിയാണ് മുണ്ടിട്ട് മൂടി. എന്നിട്ട് ജാബറിനോട് ചോദിച്ചു, അവരെ നിങ്ങളുടെ ഇറച്ചിയായി കഴിഞ്ഞോ? എന്താണ് ആ കൽബ്? കൽബുഹു ഖസീനത്തി. പടച്ചോനെ അല്ലാഹു തആല നമുക്ക് നല്ല കെട്ടുറപ്പുള്ള ഒരു കൽബ് തരട്ടെ. ആമീൻ പറയും. ഒരു കെട്ടുറപ്പുള്ള കൽബ് തരട്ടെ. ഈ 2 മയ്യത്തിന്റെ അടിയിൽ നിന്നാണ് ഈ ചോദിക്കണേ, നിങ്ങളെ ഇറച്ചിയാക്കി കഴിഞ്ഞോന്ന്. ഇതൊന്നും അറിയാത്ത ജാബിറുല്ലാന്ന് വെച്ചു, പൊടി ചാമ്പി കഴിഞ്ഞോ? ഇവിടത്തൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ജാബിറുല്ലാനെ ഇറച്ചിയിട്ട് കൊണ്ട് വന്നു. 2 കുട്ടികളെ മയ്യത്ത് ആ മുണ്ടിന്റെ ഉള്ളില്. ഇറച്ചി കൂട്ടാൻ എങ്ങനെ വെക്കാണ്, പൊടി ഇങ്ങനെ ചാമ്പിയിട്ട് പത്തിരി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. കണ്ണിന് ഇടക്ക് വെള്ളം എടുക്കണ്ട്. അത് ജാബിർ കാണാതെ കണ്ട പ്രശ്നമാണ്. ജാബിറുല്ലാനെ കാണാതെ കണ്ണിന് എടുക്കണ വെള്ളം തുറക്കുന്നുണ്ട്. ഇടക്കൊന്ന് ഏങ്ങലടിക്കണ്ട്. ജാബിർ അല്ല ഈ പുകയൊക്കെ കൂടി എന്നെ വല്ലാതെ സ്വീപ്പാക്കണ്ട്. നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ പത്തിരി ഉണ്ടായിക്കോളൂ. അപ്പൊ കറിയോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് കറി ഉണ്ടായിക്കോളി. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മള് വർത്താനം പറയുള്ളൂ. മറ്റേന്ന് കഴിച്ചലാനാണ്. നിങ്ങളെ പണി ആയിക്കോളി, എന്റെ പണി ഞാൻ എടുത്തോളാം. സുബ്ഹാനല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു ഇറച്ചി ഇളക്കുകയാണ്, ഭാര്യ പത്തിരി ചുടുകയാണ്. അതിനിടയിൽ 2 കുട്ടികൾ മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാന വിഗാഥയുടെ വിമോചന ഗീതമായ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. നട്ടുച്ച സമയമാണ്. ഈ സദസ്സ് പിരിച്ചുവിടാൻ പോവുകയാണ്. ഈ സദസ്സ് റസൂലുള്ള കാണുകയാണ്, എന്നെ കാണുകയാണ്, നിങ്ങളെ കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ്. തോറദ്വാലയാമാലുക്കും സംശയിക്കണ്ട. അതെ, അമേരിക്കയിൽ ട്രംപ് പ്രസംഗിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് കാണാൻ ഇന്ന് ശാസ്ത്രീയ സംവിധാനമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് മദീനയിൽ വെച്ച് റസൂലുള്ള കാണുമെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും തന്നെ പന്തികേടില്ല. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാകുമ്പോൾ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് പിരിയുന്ന സദസ്യരെ ഇഷ്കിന്റെ മിസ്കിൽ ചാലിച്ചൊരു സലാത്ത് സലൂട്ട് സമർപ്പിച്ചോ. മുഹമ്മദ് മുസ്തഫ मेरी आरज़ू है नवाजा गया हो, मेरी आरज़ू है नवाजा गया हो। मदीना 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 मदीना। अजब में खुदी है कन में खून तूने, अजब में खुदी है कन में खून तूने। मदीना 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 मदीना। मणिदीपमे मक्के मदीना मिलावे, मकबूल यासीन मुहम्मद रसूले। उदयास्तमाना उबकार जीना, उदगुम चंगोले हुकूमത്തിനോലെ വിശാല പ്രകാശ വിളങ്ങും സന്ദേശ വിശേഷ മദീയേ മദീന നിധിയേ
अजब बेखुदी है कि मैं हूं न तू है अजब बेखुदी है कि मैं हूं न तू है मेरी आरज़ू है नवाजा गया हो मेरी आरज़ू है नवाजा गया हो मदीना 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 പുണ്യവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഈ കവിതയിലൂടെ അഭിനന്ദനത്തിന്റെ പ്രവാഹങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. രണ്ട് കുട്ടികൾ മരിച്ചു കിടക്കുന്ന വീടാണ്. ആ സമയത്ത് പൊന്നുമ്മ പൊടിച്ചാമ്പുകയാണ്, പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ആടിനെ മാംസമായി വേവിച്ചുകൊണ്ട് അത് കൂട്ടാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് കടന്നു വരുന്നു, ഉദിക്കുന്നു പൊന്നമ്പളി അൽ ബദറുൽ കമാൽ മുഹമ്മദ് മുസ്തഫ. ഒരാണുങ്ങളെന്നുറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. പത്തിരിയെല്ലാം റെഡിയായി, മാംസവും റെഡിയായി, സുപ്രയിൽ നിരത്തി പുണ്യ റസൂൽ കൈ കഴുകി. ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ജാബിറിന്റെ വീട്ടിൽ നിന്ന് പത്തിരി തിന്നാൻ വന്നതല്ലേ, ജാബിറിന്റെ വീട്ടിൽ നിന്ന് ആട് തിന്നാൻ വന്നതല്ലേ, ജാബിറും ഭാര്യയും ഒരുക്കിയിട്ടുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ഹബീബേ, ജാബിറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു നിബന്ധനയുണ്ട്, അത് അള്ളാഹു വെച്ച നിബന്ധനയാണ്. ഒരു ഷർത്തുണ്ട് യാ റസൂലല്ലാഹ്, ഇത് ഞാൻ പറയുകയല്ല, അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. മുസ്തഫ നബി ചോദിച്ചു, എന്താണ് ഷർത്ത് ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജാബിറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് നബിയേ. ജാബിറിന് 2 കുട്ടികളുണ്ട്, ആ കുട്ടികളെ കൂടെ അല്ലാതെ ഭക്ഷണം കഴിക്കരുതേ, ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ജാബിറിനോട് പറയുകയാണ്, ജാബിറേ, നിങ്ങൾക്ക് 2 മക്കളില്ലേ? ഉണ്ട് നബിയേ. ആ മക്കളെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. എന്തിനാണ് തങ്ങളെ? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഈ പത്തിരി കഴിക്കണമെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്ന് ഈ ആട് കഴിക്കണമെങ്കിൽ നിന്റെ കുട്ടികളെ കൂടെ അല്ലാതെ കഴിക്കൂല ജാബിറേ. അർശിന്റെ ഉടമയായ റബ്ബ് തആലയുടെ ശർത്താണ് ജാബിറേ. കുട്ടികൾ മരിച്ച വിവരം അറിയാത്ത ജാബിർ കിച്ചണിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, നമ്മുടെ കുട്ടികൾ എവിടെ വെണ്ണേ? ഭാര്യ ഒഴിഞ്ഞു മാറുകയാണ്. കാരണം സംഗതി അറിഞ്ഞാൽ ഇവിടെ സൽക്കാരം മുടങ്ങുന്നതാ. റസൂലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടൊന്നൊഴിഞ്ഞു മാറി. കുട്ടികൾ പുറത്തുണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ പുറത്തു പോയതാണ്. അപ്പോഴും ജാബിർ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഇത് റസൂലുള്ള പറഞ്ഞതാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തിന്? നമ്മൾ വിളമ്പിയ ഭക്ഷണം സുപ്രയിൽ നിന്ന് മുത്തുനബി എടുക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ അല്ലാതെ ഭക്ഷണം കഴിക്കൂല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെവിടെ? ഇസ്ലാം സെന്ററിന്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാരെ പരിശുദ്ധ റമദാനിന്റെ പട്ടാപ്പകലിന്റെ ആത്മീയമായ സൽക്കാരത്തിന്റെ സ്വർഗീയ ഭൂമികയിലേക്ക് വിളിച്ചപ്പോൾ ഒഴുകി വന്ന ഉമ്മ, ഓടി വന്ന പെങ്ങളെ, നട്ടുച്ചയോട് ചാരി നിൽക്കുന്ന ഈ സമയത്ത് സദസ്സിൽ നിന്ന് വിരിയുമ്പോ നിങ്ങളുടെ കൽവിൽ ആ പെണ്ണൊരുത്തിയെ അടയാളപ്പെടുത്തണേ. സ്വലാത്ത് അധികരിപ്പിക്ക
തീർക്കണേ. ഖുർആൻ ഒരു ഖത്മെങ്കിലും തീർക്കാൻ നിയ്യത്ത് ചെയ്യണേ. സദഖയിലേക്ക് ഉളരണേ. സുബ്ഹാനല്ലാഹ്. കുട്ടികളുടെ കൂടെ അല്ലാതെ അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കൂല എന്ന് ജാബിർ അങ്ങ് പറയേണ്ട താമസം ഈ പെണ്ണൊരുത്തിയുടെ കൽബങ്ങ് പൊട്ടുകയാ, കണ്ണങ്ങ് നിറയുകയാ, കവിൾത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകുകയാ. ജാബിർ അത്ഭുതപ്പെടുകയാണ്. എന്ത് പറ്റി പെണ്ണേ? ഞാൻ മക്കളെവിടെ എന്നല്ലേ ചോദിച്ചത്, അതിനെന്തിനാണ് നീ ഇങ്ങനെ കരുതുന്നത്? ആ സമയത്ത് ജാബിറിന്റെ കൈ പിടിച്ചുകൊണ്ട് രണ്ട് മക്കളുടെ മയ്യത്ത് മൂടി വെച്ച റൂമിലേക്ക് ജാബിറിന്റെ സഹധർമ്മിണി കൊണ്ടുപോയിട്ട് മയ്യത്തുകൾ മൂടിയ ആ മുണ്ടെടുത്ത് മാറ്റിയപ്പോ ജാബിർ അങ്ങ് വിറക്കുകയാ, കണ്ണങ്ങ് നിറയുകയാ, ശരീരം അങ്ങ് വിറക്കുകയാ. എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്റെ മക്കളുടെ ശറഫാക്കപ്പെട്ട ശരീരങ്ങൾ ഒന്ന് തല പൊട്ടിക്കിടക്കുന്നു, മറ്റൊന്ന് കഴുത്ത് പൊട്ടിക്കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ കാണുന്നത്? ജാബിർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, നബിയേ അങ്ങ് ഭക്ഷണം കഴിച്ചു നബിയേ, എന്റെ മക്കള് വരൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജാബിറേ എന്റെ മക്കളെ കൂടെ അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ അടിച്ച് നേതാവിന്റെ മുമ്പില്ലാതെയായി കരയുന്നു, നബിയേ എന്റെ മക്കൾ അല്ലാഹു പരലോകത്തെത്തിച്ചിരിക്കുന്നു, അവർക്ക് അവിടെ ഭക്ഷണം കിട്ടും നബിയേ, അങ്ങ് കഴിച്ചോ യാ റസൂലല്ലാഹ്. ഫനസലൽ അമീൻ മലക്ക് ജിബ്രീൽ. അപ്പോൾ രണ്ടാമതും ജിബ്രീൽ ഇറങ്ങുകയാ. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജാബിർ പറഞ്ഞത് ശരിയാണ് നബിയേ, അവര് മരിച്ചത് അല്ലാഹുവിനറിയാം. എന്നിട്ട് തന്നെയാണ് അങ്ങയോട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങാരാ അന്ത ഹബീബുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബല്ലേ, നിങ്ങൾ വിളിച്ചാൽ എഴുന്നേൽക്കാത്ത മയ്യിത്തുണ്ടോ യാ റസൂലല്ലാഹ്? അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളെ പോയിട്ട് അങ്ങ് വിളിച്ചോ, അവര് എഴുന്നേറ്റ് വരുന്നതാണ് യാ റസൂലല്ലാഹ്. മൂടിക്കിടക്കുന്ന മുണ്ടിന്റെ അരികിൽ പോയിട്ട് കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ സാഗരമായ അല്ലാഹുവിന്റെ മുത്തായ ലോകത്തിന്റെ സത്തായ നമ്മുടെ ഹബീബായ ശഫീആയ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ആ കുട്ടികൾ അങ്ങ് വിളിക്കുകയാ, മക്കളെ അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദ് നബിയാണ് മക്കളെ, എഴുന്നേറ്റ് വാ മക്കളെ, എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനാണ് മക്കളെ എന്ന് റസൂലുള്ളാഹ് ആ മയ്യിത്തായി കിടക്കുന്ന മക്കളെ നോക്കി അങ്ങ് പറയേണ്ട താമസോ ആ മുണ്ടിൽ നിന്ന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങള് സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിച്ചത് ഈ കുട്ടികളുടെ കൂടെയാണെന്ന് ഇമാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മുത്തനബിയെ നെഞ്ചിലേറ്റിയാൽ പടച്ചവന്റെ മുസീബത്ത്, പടച്ചവന്റെ ഖലാകളിൽ പൂർണ്ണമായി തൃപ്തനായാൽ നമ്മുടെ കൽബും ജാബിറിന്റെയും ഭാര്യയുടെയും കൽബിനെ പോലെ പടച്ചവന്റെ ഖജനാവായിട്ട് മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഞാൻ നിർത്തി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എളുപ്പമായി കിട്ടും. അതൊന്നാണ്ട് ഓതി കൊടുത്താൽ മതി, അതൊന്നാണ്ട് ഓതി കൊടുത്താൽ മതി. ശൈത്താൻ നമ്മളെ ഭരിക്കേയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആ ടോക്കൻ, കാരണം ഇവിടെ 11:30 മണിയാണ് സമയം എന്ന് ഹംസുലേനോട് പറഞ്ഞിട്ടുണ്ട്. 12 അവർ അരമണിക്കൂർ ഞാൻ ലേറ്റ് ആയതാണ്, അരമണിക്കൂർ കൂട്ടിയെടുക്കാൻ കാരണം. അതുകൊണ്ട് ഞാൻ നിർത്തുമ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാരും പരമാവധി നല്ലൊരു സഹായം ചെയ്യുക. കുറച്ച് ആൾക്കാർ 500 രൂപ തരണം. അൽഹംദുലില്ലാ. മരണപ്പെട്ടു പോയ ഉമ്മാന്റെ പരലോകത്തിന് വേണ്ടി ഒരു കൈച്ചെയിൻ തന്നിട്ടുണ്ടാവും. ചെയിനൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും തന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഉദ്ഘാടനം ചെയ്തല്ലോ, ഇവിടെ കുറെ ബിസിനസ്സുകാരുണ്ടാവും.